മാസം 1-ാം തീയതിയാണ്, പുതിയ മാസമാണ്. ഈ മാസം 6-ാമത്തെ മാസമാണ്. 5 മാസങ്ങൾ നടത്തിയ കർത്താവിന് ഒരു സ്തുതി കരയറ്റുക. Today is the first of the 6th month. Let's give glory to God for taking care of us past 3 months. ഇടത്തൊക്കെ ഇരുന്ന് കർത്താവിന് ഒരു സ്തുതി കൊടുത്താണ്. Let's all give glory to God. അവന്റെ ദയ എന്നേക്കും ഉള്ളത്. He is a good God. His mercy endures forever. Hallelujah. Hallelujah. നമ്മൾ ഇന്ന് രാവിലെയും സുഖത്തോടെ ക്ഷേമത്തോടെ ഒക്കെ വരാൻ കർത്താവ് സഹായിച്ചത് കർത്താവിന്റെ കൃപയൊന്നു മാത്രമാകും. It's only His grace that today morning we are here, we are well and taken care of. Praise God. നമ്മൾ ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. We have stepped into the month of June. And this is the first day. 1-ാമത്തെ ദിവസമായി. This is the first day of the month. 1-ാം ദിവസം ദൈവം എന്താ ചെയ്തത്? What did the Lord do on the first day? മുകളിലും താഴെയും എല്ലാം ഉണ്ടാക്കി. He made everything above and below. അതുകൊണ്ട് വിശ്വസിച്ചോണം, നിങ്ങളുടെ മുകളിലും താഴെയും ദൈവം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. God has created everything above you and below you. ഞാനത് വിശ്വസിക്കുക. ആകാശവും ഭൂമിയിൽ അവന്റെ 2 കരങ്ങൾ മുകളിലും താഴെയും വന്നിട്ടുണ്ട്. More than the heavens and the earth, His hands are above and below us. LICയുടെ പരസ്യം ഇങ്ങനെയാണ്, ലൈഫ് സെക്യൂർ ആണെന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ പറയുന്നത് കർത്താവിന്റെ പരസ്യം ഇങ്ങനെയാണ്. You are protected and you are, what do you say? You are lifted. If the LIC symbol is like this, God's symbol is like this, because you are protected above and below. നിങ്ങൾ സുരക്ഷിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യും. You are protected and you are elevated and lifted. കരമൊന്ന് വെച്ച് നോക്കിക്കേ. നിങ്ങൾ ഇതിനകത്തിരിക്കുക. ഒന്ന് നിങ്ങൾ സംരക്ഷണതയിലാണ്, മറ്റൊന്ന് നിങ്ങളെ ഉയർത്തുന്ന ദൈവം. One way you are in protection, and on another hand the Lord lifts you. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശം അത് തന്നെയാണ്. ഉയർച്ചയുടെ നാളുകളാണിത്. Days of upliftment. Amen. The days of ascending. ഉയർന്നു വരുന്ന നാളുകളാണ്. These are the days of ascending. Hallelujah. Hallelujah. ഈ ഉയർച്ചയ്ക്ക് ഒരു തത്വമുണ്ട് അല്ലേ? there is a law for ascending, law of ascendancy എന്ന് പറയും. There is a law of lift or there is a law of ascent. ഉയർന്നു വരുന്നതിന് ഗ്രാവിറ്റിക്ക് ഒരു തത്വമുള്ളത് കൊണ്ട്, ഗുരുത്വാകർഷണം തത്വമുള്ളതുപോലെ ഒത്തിരി തത്വങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഉയർന്നു വരാൻ ഒരു തത്വമുണ്ട് അതിനകത്ത്. There is a law of gravity that pulls things down, but there is also a law that lifts things up. ചുമ്മാ ഒരു കാര്യം ഉയർന്നു വരത്തില്ല. Nothing will come up just like that. ഇന്ന് ഇത് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ജൂൺ മാസത്തിനകത്ത് നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകളെ നിങ്ങൾ കണ്ടോണം. In the month of June you must see days of upliftment or ascending. ഞാനിത് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ നാളുകൾ ഉയർത്തപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന് ആഗ്രഹിക്കണം. And you must desire in your heart your days should be better. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി. അല്ല, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, എനിക്ക് കിട്ടിയേ ഒക്കത്തുള്ളൂ. Never settle for who you are right now. You must say that എത്ര I need to കുഴഞ്ഞ get പ്രശ്നമാണെങ്കിലും ഇന്ന് രാവിലെ നീ ദൂതേറ്റെടുത്തോ, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. No matter how difficult your situation is, if you catch hold of the message, you will be lifted. നിന്റെ രോഗം മാറും, നിന്റെ പ്രശ്നം മാറും, നിന്റെ മരണം മാറി നിന്നെ കർത്താവ് ജീവന്റെ സമൃദ്ധിയിൽ നിർത്തും. Your difficulties will change, your sickness will go, your problems will change, and the Lord will lift you. Hallelujah. അതുകൊണ്ട് ഇന്ന് ഉയർന്നു വരിക. Today come up. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു വാക്യം വായിച്ചതിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Let's begin by reading Psalms 3:3. നീയോ കർത്താവേ, എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണ്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞു വിട്ടിരുന്നുണ്ട്. അവൻ നമ്മുടെ ചുറ്റും പരിചയം, നമ്മുടെ മഹത്വവും എന്റെ തലയെ ഉയർത്തുന്നവനുമാകുന്നു. You, O Lord, are a shield about me, my glory and the lifter of my head. Look at him. അവനെ ഒന്ന് കണ്ടേ. ആ ദൈവം നിന്റെ തല, നിന്റെ കുനിഞ്ഞ് നാണം കെട്ട് നീ അപമാനിക്കപ്പെട്ട് കിടന്ന നിന്റെ തലയെ ഉയർത്തുന്നവനാണ് ഈ ദൈവം. God is a God who lifts our head which was hung in shame once. Hallelujah. Hallelujah. The one who elevates my head, എന്റെ തലയെ ഉയർത്തുന്നവൻ. He is the one who lifts up my head. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടതാരെ? എന്റെ തലയെ ഉയർത്തുന്നവനെയാണ് ഞാൻ കാണുന്നത്. When I lifted my head, I saw the one who lifts my head. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ കൂടി വായിച്ചു കേൾക്കാം. Isaiah 40, 30, 31. ഹല്ലേലൂയ. യെശയ്യാവ് 40-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. 30-31 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Even the youth shall faint and be weary, young men shall fall and exhausted. But those who wait on the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. And KJV version is again, they shall mount up with wings like an eagle. Amen. കഴുകന്മാരുടെ ചിറകിന് എങ്ങനെ അത് പ്രവർത്തിക്കാൻ കഴിയും, അങ്ങനെ അവർ ഉയർന്നു വരും. How the wings of the eagle is mounted up, they will walk that way. So mount up എന്ന് പറയുന്ന വാക്ക്, ഉയർന്നു വരിക എന്ന വാക്കിന്റെ അർത്ഥം to ascend എന്നാ. ഈ പറയുന്ന പോലെ പൊങ്ങി വരിക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. Ascend. The meaning of the word mount up is to ascend. To bring you to the top. നിന്റെ ഏറ്റവും ഉന്നതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മൗണ്ട് അപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. The word mount up means to bring you to the top. To promote you. നിനക്ക് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതാണ് ഈ മൗണ്ട് അപ്പ് എന്ന് പറയുന്നത്. Another meaning is to promote you. അപ്പോൾ കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ ബലത്തെ കർത്താവ് പുതുക്കിക്കൊണ്ടിരിക്കും. If you wait on the Lord will renew your strength. ഇന്ന് അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, എന്നെ ബലത്തോടെ ഉയർത്തുന്നവനാണ് എന്റെ തലയെ ഉയർത്തുന്നവൻ, എനിക്ക് ഉയർച്ച തന്നെ വരും. He is the one who lifts up my head. He renews me and he will lift up my head. And he will bring me to the top. നീ ഓടി ജയിച്ചതല്ല വിഷയം, നീ പുറകിലാണെങ്കിലും നിന്നെ ഒന്നാമനാക്കുന്നവനാണ്, നിന്നെ തലയെ ഉയർത്തുന്നവനാണ് ഈ കർത്താവ്. He is the one who makes you the first and he is the one who lifts up your head. Hallelujah. Hallelujah. പുറകിലായിപ്പോ ഒന്ന് വിചാരിക്കരുത്, ഇത് ഈ ഓട്ട മത്സരമല്ല, ഓട്ടക്കളത്തിൽ ഒത്തിരി പേർ ഓടുന്നുണ്ട്, നിന്റെ കൂടെ നിൽക്കുന്നത് കർത്താവാണ്. നീ തോറ്റുപോകാൻ അവൻ സമ്മതിക്കത്തില്ല. നീ എത്ര പരാജയപ്പെട്ടാലും അവൻ നിന്നെ ഒന്നാമനാക്കുന്നവനാണ്. God is the one who runs with you in the race. No matter how many times you fail, he will bring you to the front. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ കൂനിയായ ഒരു സ്ത്രീയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 18 വർഷമായി കുനിഞ്ഞിരുന്നൊരു സ്ത്രീ, നിവർന്നു നിൽക്കാൻ കഴിയാത്തൊരു സ്ത്രീ. യേശു പറയുന്നു, അതിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. Luke 13 we see a woman who had a bent back for many years. There was a spirit working behind അതിന്റെ it. പുറകിൽ ഒരു പൈശാചികമായ ഒരു ബാധയുണ്ടെന്നാ പറയുന്നത്. എന്തോ ഒന്ന്, ഒരു ഫോഴ്സ് അതിന്റെ പുറകിലുണ്ട്. Jesus said there was an evil spirit behind it. അതിന്റെ പേര് ബന്ധനമെന്ന്. നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുക. And the name of that is bondage. എന്നും നിന്നെ കുനിപ്പിച്ചു നിർത്തുന്ന, നിനക്ക് ഒരിക്കലും നിവർത്തി വരാൻ കഴിയാതെ വണ്ണം നിന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ബന്ധനം. There is a bondage that is making you bend constantly for years together. നിന്റെ തലയെ ഉയർത്താൻ കഴിയാതെ നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നാണം കെടുത്തുന്ന ഒരു ബന്ധനം. The one that is preventing you from lifting your head, the one that is putting you to shame, that is the bondage. 1-ാം തീയതി ഇന്ന് ജൂൺ മാസം 1-ാം തീയതി ഇത് മാറിപ്പോകട്ടെ നിന്റെ മേൽ നിന്ന്. This beginning of this month, let that pass away നീ from you. നാണം കെട്ടത് മതി. ഇന്ന് യേശുവിന്റെ ദിവസമാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ തലയെ ഉയർത്തുന്നവൻ ഇതിനകത്തുണ്ട്. നീ പറയുക, എന്റെ തലയെ ഉയർത്തുന്നവൻ എന്നെ ഒന്നാമനാക്കും. Enough is enough of shame and pain. The one who lifts your head is amongst us this morning. ദൈവസഭ കൽപ്പിക്കുകയാണ്, നീ നാണം കെട്ടിരിക്കുവാണെങ്കിൽ ഇന്ന് നിന്നിൽ നിന്ന് ആ ബന്ധനം മാറിപ്പോകട്ടെ. And we are declaring that if you have been in shame, let that pass away from you. ഹല്ലേലൂയ. നീ വരാത്തതിന്റെ പുറകിൽ മനുഷ്യരല്ല, അതിന്റെ പുറകിൽ മറ്റൊരു ഫോഴ്സ്, മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നതാ. It is not human beings who are against your progress. There is a force that is behind your downfall. അതുകൊണ്ട് ഈ 2025 ജൂൺ മാസം 1-ാം തീയതി രാവിലെ നീ പറയണം, അങ്ങനെയുള്ള ശക്തിക്ക് കീഴിൽ ഇരിക്കാനല്ല, അതിനേക്കാളും വലിയവൻ, ഹല്ലേലൂയ, അവൻ ഈ ലോകത്തിലുള്ളതിനേക്കാളും വലിയവൻ എന്റെ അകത്തുണ്ട്. അവന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കട്ടെ. Therefore this morning you must declare that I cannot be in the same state. There is a force that is greater that is working in me. അത് നീ ആത്മാവിൽ ഏറ്റെടുത്ത് നീ പുറത്തു വരണം. You must take it up in the spirit and എന്നിട്ട് come out of the bondage. എന്നിട്ട് നിവർന്നു നിൽക്കണം. And then you must stand straight. ആ സ്പിരിറ്റിന്റെ കൺട്രോളിൽ നീ പുറത്തു വാ. Come out of the control of the spirit that is making you bind. ഉയർച്ച കാണുന്നില്ല, ബിസിനസ്സിനകത്ത് ഉയർച്ച കാണുന്നില്ല, മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യുന്നതിനകത്ത് ഒരു ഉയർച്ചയും കാണുന്നില്ല, കുടുംബജീവിതത്തിൽ ഉയർച്ചയില്ല എങ്കിൽ അതിന്റെ പുറകിൽ ഒരു ഫോഴ്സ് ഉണ്ട്. അതിന്റെ പുറകിൽ എന്തോ ഒരു ശക്തി നിന്നെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുക. If you don't see progress in your work, in your business, in your ministry, in your family life,
there is a force acting നിങ്ങൾ behind it. വിശ്വസിക്കണം, എന്നേക്കുമായി അതിനെ കാൽവരി ക്രൂശിൽ യേശു തകർത്തതാണ്. നീ അതിന്റെ കീഴിൽ നിന്ന് പുറത്തിറങ്ങി വാ. ഹല്ലേലൂയ. For once for all, Jesus has finished it on the cross. Come out of all such bondages. ഇന്ന് ആ ജയം നിന്റെ മേൽ ഞാൻ കൽപ്പിച്ചിട്ട് നിന്നോട് പറയണം, നീ പുറത്തു വാ. I want to declare that victory over you and say that come out of it. യേശുവിന്റെ നാമത്തിൽ നീ സ്വതന്ത്രനാകുക. In Jesus' name be free. യെശയ്യാവ് 40:30 പിന്നെ നമ്മൾ അവിടോട്ടൊന്ന് പരിശോധിച്ചാൽ കാണുന്നത്, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത് കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന്. കഴുകൻ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ എബ്രായ പദത്തിൽ കൂടി പോകുമ്പോൾ ഈ നമ്മൾ പറയുന്ന കഴുകനൊന്നുമല്ല, ചത്ത അവസ്ഥയെ കാണിക്കുകയാണ്. സംതിങ് വിച്ച് ഈസ് നോട്ട് അലൈവ്, ജീവനില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ് ഈ ഈഗിൾ എന്ന് പറയുന്നത്. In Hebrew translation, the word eagle, it shows a dead state. അത് നൽകുന്ന എബ്രായ പിക്ചർ അതാണ്. ഇങ്ങനെ ഒരു ചത്ത അവസ്ഥ, ഉണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. The original picture that we have in Hebrew is a dry state or a dead state. എന്തെങ്കിലും ആകട്ടെ, ഇന്ന് നിന്റെ ഉയർച്ചയുടെ ദിവസമാണ്. നീ ഉയർന്നു വരണം. യേശുവിന്റെ നാമത്തിൽ നീ പൊങ്ങി വരിക. Today is a day of your upliftment. Come out. ഏറ്റെടുക്കുന്നവർക്ക് വാസ്തവത്തിൽ ഉയർച്ച തന്നെ സംഭവിക്കും. Those who take it up, they will progress. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആരോഹണത്തിന് ഒരു നിയമമുണ്ട്. There is a law. ഒരു തത്വമുണ്ട്. ആ തത്വത്തിനകത്ത് അത് പ്രാവർത്തികമാകേണ്ടത്. That is why I mentioned there is a law for you to be lifted, and it always works in that law. അപ്പോൾ ഉയർത്തപ്പെടണമെങ്കിൽ അതിന്റെ പുറകിൽ അതിന്റെ ആവശ്യമായിരിക്കുന്ന കാര്യം എന്താണ്? ഒരാൾ ഉയർത്തപ്പെടണമെങ്കിൽ അതിന്റെ പുറകിലുള്ള ആവശ്യം എന്താണ്? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് നോക്കാം. James 4:10. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. വളരെ സിമ്പിൾ ആയിട്ട്, ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിന്റെ ഉയർച്ചയുടെ പുറകിൽ നിന്റെ മനോഭാവത്തിന് വലിയ സ്ഥാനമുണ്ട്. Your attitude determines your altitude, which means your attitude is what determines your upliftment. ആമേൻ. താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, വാക്യം പറയും, താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. If you are humbling yourself in the presence of God, the Lord will surely lift you up. Humble yourself. നിന്നെ തന്നെ താഴ്ത്തിയിരുത്തി. അപ്പൊ ഹംബിൾ എന്ന് പറയുന്ന വാക്ക്, താഴ്മ എന്ന് പറയുന്ന വാക്ക്, to take a lower position, അത് ഏറ്റവും എന്നെ അങ്ങ് താഴെ അങ്ങ് ഇരുത്തിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം. Humility is telling yourself that I can go to the lowest position. It's okay. I can come down. I can come down. അപ്പൊ താഴ്മയുടെ ലക്ഷണം എന്തുവാ? What is a sign of humility? താഴ്മ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ താഴ്മയുടെ ലക്ഷണം എന്തുവാ? We all like humility, but what is വാക്യത്തിൽ 11-ാം വാക്യത്തിൽ പറയുന്നത് താഴ്മയുടെ ലക്ഷണം 4:11 നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപവാദത്തിൽ ഏർപ്പെടരുത്, അപവാദം പറയാൻ പോകരുത്. അപവാദം എന്ന് പറയുന്ന അഹങ്കാരികളുടെ ലക്ഷണമാണ്. The first sign of humility is that never speak evil of one another, and this is a sign of proud people. വാക്യത്തിന്റെ അടുത്തിടെ തന്റെ സഹോദരന്മാരെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും, അതാ ഈ പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് എതിരായി ചില കാര്യങ്ങൾ പ്രാവർത്തികമായി തുടങ്ങും. When you begin to speak evil of a brother or judge your brother, certain things will begin to work against you. ഇതൊക്കെയാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത്. സഹോദരനെ ഈ നിസാരൊന്നും വിളിക്കരുത്, അതൊക്കെ കുഴപ്പമാണ്. Never call a brother a fool. That is very difficult. നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ humble yourself. നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി വയ്ക്കുക. That is why we need to humble yourself in the presence of God. ഈ അപവാദം എന്ന് പറയുന്ന അഹങ്കാരികളുടെ ലക്ഷണമാണെങ്കിൽ താഴ്മ എന്ന് പറയുന്നത്, താഴ്മ ഒരിക്കലും അന്യോന്യം കളങ്കപ്പെടുത്തുന്നതല്ല, കുറ്റപ്പെടുത്തുന്നതല്ല താഴ്മ. Humility never speak evil of each other. You understand? Humility is very difficult to define. അതിന് നിർവചനം പറയാൻ വലിയ പ്രയാസമാണ്. It's very, very hard to define humility. ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം കേട്ടെ, ഈ സത്യമെന്ന് പറയുന്ന ആള് ഒരു ദിവസം കുളിക്കാൻ പോയി. Someone named Truth went to take bath. സത്യം കുളിക്കാൻ പോയി. അയാള് തുണിയെല്ലാം ഊരി വെച്ച് സത്യം കുളത്തിലിറങ്ങി ആറ്റിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പം അതുവഴി പോയ ഒരു മനുഷ്യൻ അയാളുടെ തുണി എടുത്തുകൊണ്ട് പോയി. So this man Truth took away his clothes, jumped into the river to take bath. Someone took away his clothes while he was taking bath. അയാൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ തുണി കാണാനില്ല. So Truth came out and couldn't find his clothes. ഇപ്പം നിൽക്കുന്നതാണ് നഗ്ന സത്യം. And who is standing now is the naked ചില truth. നഗ്ന സത്യങ്ങളുണ്ട്. Naked
ട്രൂത്ത് എന്ന് പറയും. നേക്കഡ് ട്രൂത്ത്. Some things are a naked truth. അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്നതിന് തന്നെ ഒരു ആവരണം ഉണ്ടെങ്കിൽ ട്രൂത്ത് വെളിപ്പെടണമെന്നില്ല. Even truth, if there is a covering, it cannot be revealed. നമ്മളെല്ലാം സത്യം പറയുന്നവരാ, തുണിയിട്ടാ നമ്മൾ സത്യം പറയുന്നത്. We all tell the truth with a covering. നേക്കഡ് ട്രൂത്ത് എന്ന് പറയുന്നത്, താഴ്മ എന്ന് പറയുന്നത് നഗ്നമായ ഒരു കാര്യമാണ്. നിന്നെ അനാവരണം ചെയ്തു കളയും. Humility is naked truth which covers you. നമ്മളെങ്ങനെ അറിയാം? നമുക്ക് താഴ്മ പ്രിറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മൾ അതൊക്കെ അഭിനയിക്കും, താഴ്മയുള്ളവനാണെന്ന് കാണിക്കും. പക്ഷെ വാസ്തവമായും നമ്മുടെ അകത്ത് താഴ്മയുണ്ടോ? We all love to pretend to be humble, but truly is there humility in us? അതാ പറഞ്ഞ എളിമ എന്ന് പറയുന്നത് നിർവചിക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. That is why it's very hard to define humility. അത് നമുക്ക് മനസ്സിലാക്കാൻ ഫിലിപ്പിയരുടെ 2-ാമത്തെ ലേഖനത്തിന്റെ 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. To understand humility, let's go to Philippians chapter 2 verse 5 onwards. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം എന്തുവാ? യേശു കർത്താവിനുള്ള ഭാവം നമ്മളിൽ വരണം, അല്ലേ? 5-ാമത്തെ വാക്യം പറയുന്നത് യേശു കർത്താവിന്റെ ഭാവം, എക്സ്പ്രഷൻസ്, അല്ലേ? Let this mind be in you which was also in Christ Jesus. എന്താണ് കർത്താവിനുള്ള? അത് നമ്മളിൽ വരണം. What was in the Lord should അത് വരാൻ വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്തു. വായിച്ചാട്ടെ തുടർന്ന്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പൊ താഴോട്ട് ഇറങ്ങി വരികയാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നിന്റെ സകല പൊസിഷൻസും നീ ഒഴിവാക്കിയിട്ട് നീ താഴോട്ട് വരികയാണ്. ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാതെ, ഈ പറയുന്ന തൃത്വത്തിന്റെ നടുവിൽ ഇരിക്കാതെ, അതെല്ലാം വിട്ടിട്ട് ഉണർന്നിരുന്ന ഒന്ന് അതെല്ലാം ഇങ്ങോട്ട് വിട്ടിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് ദാസവേഷം എടുക്കുകയാണ്. Real humility is when Jesus did not consider himself equal to God, but he came down and took the form of a servant. 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വിചാരിക്കാതെ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് റെപ്യൂട്ടേഷൻ, കീർത്തികൾ, നമ്മളെ കുറിച്ച് ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന കാര്യമൊന്നും വിചാരിക്കാതെ, which means he made himself of no reputation, taking the form of a bond servant. ദാസരൂപം എടുത്തു. He took the form of a bond servant. മോളി സിസ്റ്റർ ഇന്ന് രാവിലെ എങ്ങനെ ചർച്ചിലോട്ട് വന്നത്? എങ്ങനെയാ വന്നത്? സ്കൂട്ടറിലാ വന്നത്. മോളി സിസ്റ്ററിന് ഇപ്പൊ സ്കൂട്ടറാ ഉള്ളത്, അല്ലേ? ഇപ്പൊ സ്കൂട്ടറാ ഉള്ളത്. മോളി സിസ്റ്റർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് സ്കൂട്ടർ ഉണ്ട്, നാളെ എനിക്കൊരു സൈക്കിൾ തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. If you have a scooter, you never pray for a cycle. മാത്രമല്ല ഇങ്ങനെ പ്രാർത്ഥിക്കോ, കർത്താവേ എനിക്ക് സ്കൂട്ടർ ഉണ്ട്, എനിക്ക് നടന്നു പോകണം. നാളെ തൊട്ട് ഭയങ്കര ഉപവാസ പ്രാർത്ഥന, നടന്നു പോകണം. And now you have a cycle and you will never pray that tomorrow onwards I want to walk. ഇവിടെ ഇരിക്കുന്ന പലർക്കും വലിയ വീടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുമോ, എനിക്ക് ഒരു ചെറിയൊരു വീട് മതി, എനിക്ക് ഓല മേഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക് ഇട്ട ഒരു വീട് മതി, ആരെങ്കിലും പ്രാർത്ഥിക്കൂ? If you have a concrete house, you will never pray for a thatched roof house. പിണറായി വിജയൻ ഒരിക്കലെങ്കിലും വിചാരിക്കുമോ, ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ ഇനി നാളെ MLA ആയിക്കോളാൻ പറഞ്ഞിരിക്കുമോ, ആഗ്രഹിക്കുമോ? Will our chief minister ever decide to become an MLA? ഒരു ടേം കൂടെ കിട്ടിയ പുള്ളി ഇരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യരാ. He would want to complete another term. ലോകത്തിൽ ഒരു മനുഷ്യനും താഴോട്ട് പോകാൻ ആഗ്രഹിക്കത്തില്ല. Nobody wants to go down and take the form of a servant. സ്വർഗ്ഗത്തിന്റെ ഉന്നതിയിൽ ഇരുന്ന ഒരുവൻ സകലതും വിട്ടിട്ട് താഴെ ഇറങ്ങി വന്നു. But someone who was in the highest position in heaven left everything and came down. Reputation, അവൻ വിചാരിച്ചില്ല, അത് പിടിച്ചോണ്ടിരുന്നില്ല, അവൻ അതെല്ലാം വിട്ടു. അതൊന്നും വിചാരിക്കാതെ അവൻ തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. He did not consider himself of any reputation. He came down and took the form of a servant. Amen, hallelujah. ഈ ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നത് തന്നെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. Thinking unnecessary things is a sign of pride. യേശു തന്നെ താൻ താഴ്ത്തി. What did Jesus do? He humbled himself. ചിന്തിക്കുക, പിതാവിന് വേറെ ഏതാണ്ട് ഉദ്ദേശമുണ്ട്, വേറെ ആരണ്ടെ കണ്ടിട്ടുണ്ട്, എന്നെ മാറ്റിച്ച് വേറെ ആരണ്ടെ അവിടെ കൊണ്ടുവെക്കാൻ, അങ്ങനെ പുത്രൻ ചിന്തിക്കൂ. Did Jesus ever think that if I come down, I think the Father is going to replace me with somebody else in the position? ബന്ധം ശക്തമാണെങ്കിൽ വേണ്ടത് ചിന്തിക്കത്തില്ല. If your relationship is strong, you will never think എപ്പോഴും നമ്മൾ വേണ്ടത് ചിന്തിച്ചു തുടങ്ങുന്നത് ബന്ധത്തിനകത്ത് എന്തോ കുഴപ്പം, ബന്ധത്തിനകത്ത് കുന്തം കയറി. If there is a gap in your relationship, you will begin to think unnecessarily. പുത്രനായ ദൈവത്തിന് പിതാവായ ദൈവത്തെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? The son does not have any confusion about the father. പുത്രനറിയാം, നീ ഇന്നെ താഴ്ത്തിയാൽ നാളെ ഉയർത്തു ഉറപ്പാ. The son knows that if you're bringing me down today, tomorrow you will lift
me. ഇന്ന് എന്നെ നീ താഴ്ത്തുന്നതിന് എനിക്ക് വേണ്ടി അല്ലെന്നും എനിക്കറിയാം. And he also knows very well that you're not putting me down for my own self. നീ എന്നെക്കാളും സ്നേഹിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നീ ഉണ്ടാക്കിയ മനുഷ്യരെയാണ്, അതും എനിക്കറിയാം. I know that you loved your creation, your people more than me. അതുകൊണ്ടല്ലേ പറയുന്നത്, പൗലോസ്ലീഹയൊക്കെ പറയുന്നത്, ഈ ദൈവത്തിന്റെ പുത്രനെ വിചാരിക്കാതെ ദൈവം നമുക്ക് വേണ്ടി എല്ലാം തന്നേക്കുവാ. That is why in Romans Paul says that he did not consider spare his own son but gave up everything else for us. ഈ റെപ്യൂട്ടേഷനാ മല്ലരുടെയും പ്രശ്നം. മനുഷ്യൻ എന്തോ പറയും, അവരിനി എന്നോ വിചാരിക്കുക, ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മളത് ഹൈഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുക. Our problem is reputation. What would people think about us? And so we try to hide away. ദൈവം എന്തു പറയുമെന്നുള്ളതാ വിഷയം. What God speaks about you is what really താഴ്മ എന്ന് matters. പറയുന്നത് അതാ. ദൈവം എന്താണ് എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, അതാണ് താഴ്മ. What God thinks about me, that's humility. യേശുവിനെ നോക്കിക്കേ, അവൻ തന്നെത്താൻ വിധേയപ്പെടുത്തി ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ താൻ സന്നദ്ധനായി. He was ready to wash the feet of his disciples. നീ നിന്നെ താഴ്ത്തിയാൽ, If you humble ഉറപ്പായി yourself, ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. if you humble yourself, then surely the Lord will lift you up. അതെ, 8-9 വാക്യങ്ങൾ അവിടെ വായിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ നാമത്തിലും ഡിമൈനർ പ്ലേ ചെയ്തവന് അവൻ ഹല്ലേലൂയ, എല്ലാ നാമത്തിലും മേലായ നാമമാക്കി അവൻ മാറ്റി. That is why God gave him a name above every other name. കേൾക്കുന്നില്ല? ശ്രീ യേശു നാമം അതിശയ നാമം, പുത്രനെനിക്കിമ്പനാമം. ശ്രീ യേശു നാമം അതിശയ നാമം, പുത്രനെനിക്കിമ്പനാമം. കൂടല്ല സ്കെയിലല്ലേ? ഞാൻ പാടിയത് ജി മൈനറാ. ഡി മൈനർ ആക്കിക്കേ. ഡി ഡി ഞാൻ ഡി എന്ന് പറയുമ്പോ ജി എന്നാണ് കേൾക്കുന്നത്. ആണ്, കറക്റ്റ് അല്ലേ? അതാണ് എന്റെ കുഴപ്പം. പാടി വെച്ചേ. ശ്രീയേശു നാമം അതിശയ നാമം, പുത്രനെനി. കൈയടിച്ചൊന്ന് പാടി. എല്ലാ നാമത്തിലും മേലായ നാമം. ശ്രീയേശു നാമം അതിശയ നാമം, പുത്രനെനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും, എല്ലാ നാമത്തിലും മേലായ നാമം, തന്റെ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, തന്റെ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം, ശ്രീയേശുനാമം അതിശയ നാമം, പുത്രനെനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം. ശ്രീയേശുനാമം, ശ്രീയേശുനാമം അതിശയ നാമം, പുത്രനെനിക്കിമ്പനാമം. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമമായി അവന്റെ നാമത്തെ ഉയർത്തി. God gave him a name above every other name. താഴ്മയ്ക്കകത്ത് നമ്മൾ താണ് പട്ടുപോകുകയല്ല, നീ ദൈവസന്നിധിയിൽ താണാൽ ദൈവം നിന്നെ ഉയർത്തും. When you humble yourself, it doesn't mean that you will remain in a pit. God will lift you up. ദൈവത്തിന്റെ മുമ്പിലും താഴണം, മനുഷ്യന്റെ മുമ്പിലും താഴണം. We need to humble ourselves before God and before people. കർത്താവിനോട് ചേർന്നിരുന്നാൽ തക്ക സമയം നമ്മ കർത്താവ് ഉയർത്തും. If you are standing with the Lord at the right time, He will lift you. അത് മാത്രമല്ല, 91 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുന്ന ദീർഘായുസ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തും. And Psalm 91 we says, with long life He will satisfy us. എനിക്ക് അവസാനത്തെ ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ എന്റെ അടുക്കൽ ഒരു പാസ്റ്റർ, IPC ഒരു പാസ്റ്റർ വന്ന് സംസാരിച്ചിരുന്ന് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ
ഇദ്ദേഹം ഒരിക്കലും വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്നോട് ഭയങ്കര സ്നേഹം തോന്നി. Yesterday one IPC pastor came to speak to me and he really liked me. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, ഈ ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തുമ്പോഴല്ലേ രക്ഷ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. I told him only when God satisfies us with Hello? long life we can see his നീ ഇടയ്ക്ക് വെച്ച് salvation. ചത്തുപോയ ഈ രക്ഷയുടെ പൂർണ്ണത കാണാൻ പറ്റുമോന്ന്? If you die halfway, how will you see the fullness of your salvation? നീ വണ്ടി ഇടിച്ച് ചത്തുപോയാൽ, നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാൽ, നീ പിടുമരണത്തിൽ പെട്ടുപോയാൽ ഈ രക്ഷ നിനക്ക് കാണാൻ പറ്റുമോ? If you're going to die halfway with heart attack or a car accident, how will you see the ഈ fullness of രക്ഷ his എന്താണെന്ന് കണ്ട salvation? ആരെങ്കിലും ഉണ്ടോ? Is there anybody who has seen the salvation നമുക്ക് completely? ആകെ അറിയാവുന്ന യേശുവിനെ കർത്താവിൽ ഉള്ളത്തിൽ സ്വീകരിച്ചു, അതാ രക്ഷ എന്ന് പറഞ്ഞ അല്ല. രക്ഷയുടെ പൂർണ്ണത കാണണമെങ്കിൽ നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകണം. You need to have long life to see the fullness of salvation. ഹല്ലേലൂയ. നീ ജീവിച്ചിരുന്ന് ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നീ വർണ്ണിക്കണം. You must live and declare the works of the Lord. ഹല്ലേലൂയ. Hallelujah. 90-ാം സങ്കീർത്തനം പിടിച്ചോണ്ടിരിക്കാതെ 91-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തിലോട്ട് വന്ന് ഹല്ലേലൂയ, മോശ പറഞ്ഞതല്ല വിഷയം. മോശയ്ക്കപ്പുറത്തായി ഒരു സംഗീതക്കാരനുണ്ട്, ഒരു ആരാധനക്കാരനുണ്ട്, ദൈവത്തിന്റെ ഹൃദയം പിടിച്ചോണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് ദാവീദ്. Don't hold on to what Moses said in Psalm 90, but there is a musician, there is a man after God's own heart. David believed what he said. ഞാൻ ഈ നോക്കിയോണ്ട് ദാവീദ് ദൈവത്തിന്റെ ഹൃദയം പിടിച്ചോണ്ട് നടക്കുക. David is holding the heart of God. പിന്നെ എങ്ങനെ നല്ലത് പറയാതിരിക്കും? How will he not speak good things? എല്ലാ കുരുത്തക്കേടും കയ്യിലുണ്ട്. He has done many mischiefs. പക്ഷെ ഹൃദയം കയ്യിലിരിക്കുന്നതുകൊണ്ട് കുരുത്തക്കേടല്ല കർത്താവ് കാണുന്നത്, എന്റെ ഹൃദയപ്രകാരമുള്ളവൻ. But because he's holding God's heart, God is not looking at his mischiefs, but he's a man after my own heart. മറ്റേ ദേഹത്ത് 90-ാം സങ്കീർത്തനം നോക്കിയേ, ഈ മനുഷ്യരെ എല്ലാം കുഴപ്പം കണ്ടിട്ട് തന്നെത്താനൊക്കെ പറയാം, ഇമാരെയൊക്കെ പ്രസവിച്ച് ഞാൻ അന്ന് ഏണിലെടുത്ത് വെച്ച് കിടക്കാൻ എനിക്ക് എന്നത്തിന്റെ കേടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പിറുപിറുക്കുകയും എപ്പോഴും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പോലും 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. But in Psalm 90 we see Moses who's been murmuring about people and how he's carried this stiff-necked people, but even then he lived on 20 years. നമ്മളെ പോലൊക്കെ ഉള്ളതിനെയൊക്കെ കൊണ്ട് നടക്കുന്ന പറഞ്ഞേ പാസ്റ്റർമാർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. അയ്യോ ഇതിനൊക്കെ അതാ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ക്ഷീണിക്കും കുറച്ച് കഴിയുമ്പോൾ. Sometimes even pastors get tired taking പറഞ്ഞാലും care of കേൾക്കത്തില്ല, difficult വരാന്ന് people. പറഞ്ഞ് വരത്തില്ല, മഴയാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കും. It's very hard to ഇന്ന് take രാവിലെ care ഒരു of. തെളിച്ചം കണ്ടപ്പോ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞു. അയ്യോ, ഫേബാമോൾ എന്നോട് ചോദിച്ചു എത്ര പേര് കാണുമോ? ഞാൻ പറഞ്ഞു മഴയാന്ന്, ചിലപ്പോൾ ആള് കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കരുത്. ഏതായാലും രാവിലെ വെയിൽ കണ്ടോണ്ട് എല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നു. അതല്ലേ നമ്മുടെ ഈ കാലാവസ്ഥ നോക്കിയാ നമ്മള് ആരാധിക്കുന്നു. We worship based on the weather. ഇന്ന് മഴയാണെങ്കിൽ പോണ്ട. If it's rain, I'm not going. എടിയെ എങ്ങനാ താണ്ട് കിഴക്കോട്ട് നോക്കിയേ, കറുത്ത് ഉരുണ്ട് കയറി വരുന്നു. ആ സത്യം, ആ എന്റെ വയറ്റിൽ ഉരുണ്ട് കയറി വരുന്നു. എന്നാ നമുക്ക് പോകണ്ട. നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നത്. You decide based on the climate. ആഴ്ചകളായി ചർച്ചിലൊക്കെ വരാത്തവരുണ്ട്. ആഴ്ചകളായി. There are people who miss church for weeks. ഭയങ്കര എങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെ? How can you survive? സ്പിരിച്വൽ ഫുഡ് വേണ്ടേ? You need spiritual food. തന്നെ ഇരുന്ന് വേദോസ്തം വായിച്ച ഒന്നും ആകത്തില്ലെന്ന് അടുത്തിരിക്കുന്ന ആളെ കുത്തിയിട്ട് പറ. തന്നെ ഇരുന്ന് വായിച്ചാൽ എനിക്ക് ഒരു കുന്തോ മനസ്സിലാകത്തില്ല. Poke the person next to you and say, you cannot sit at home and read the Bible and become anything. വേദോസ്തം ഇരുന്ന് 500 പ്രാവശ്യം വായിച്ചാൽ അവരുടെ തലയ്ക്കകത്തോണ്ട് ഏതാണ്ട് തലയ്ക്കകത്ത് കയറും ഭ്രാന്ത്. It just gets into your head, you'll become Don't be a mad. spiritual gypsy. ചുമ്മാ നാടോടികൾ നടക്കുന്ന പോലെ കൂടും കിടക്കെടുത്ത് ഈ മാതുവഴിയെല്ലാം നടക്കാതെ be at a place. ഒരിടത്തിരുന്ന് നീ കേക്ക്. Be in one place and hear the word of God. ഹല്ലേലൂയ. Hallelujah. ദൈവം നിന്നെ ഉയർത്തുമെന്ന്. God will lift you. ഹല്ലേലൂയ. ദീർഘായുസ്സ് വേണ്ടായോ? You need long life. യോഹന്നാൻ 21-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസിനോടുള്ള സംസാരത്തിനകത്ത് 15-ാം വാക്യം നോക്കുമെന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നത് യേശു കർത്താവ് ചോദിക്കുക, ഡു യു അഗാപ്പെ മീ? In John 21, in Jesus' conversation to Peter, Jesus asked, do you agape me? മലയാളത്തിൽ അത് അത്ര വൃത്തിയായിട്ട് വരുന്നില്ല, എന്നാലും ഉണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നീ എന്നെ ഇവരിൽ അധികമായി വാസ്തവമായി സ്നേഹിക്കുന്നോ? Do you love me more than all these? ബറിയോന ശിമോനെ അപ്പനെ കൂടെ ചേർത്ത് വിളിച്ചു. ചിലത് ചോദിക്കുമ്പോൾ നിന്റെ തന്തയ്ക്കൂടെ വിളിച്ചിട്ടേ ചോദിക്കത്തുള്ളൂ. കാര്യം നീ അഡ്രസ് ഉള്ളവനായതുകൊണ്ട് അപ്പന്റെ പേരൂടെ ഇട്ടിട്ട് ശീമോനെ എന്നല്ല വിളിച്ചത്. Jesus ബറിയോന ശീമോനെ എന്ന് വെച്ചാൽ മേളോട്ട് കയറി പിടിച്ചിട്ട് അവിടെ ഇറങ്ങി വരുന്നത്.
Jesus addressed Simon with his father's name and said, Simon, son of Jonah, do you love me more than Do you these? love me? നീ ലവ് എന്നുള്ള വാക്ക് എന്തുവാ? അഗാപ്പെ മീ. Here the- അൺകണ്ടീഷണലി നീ എന്നെ സ്നേഹിക്കുന്നു, വ്യവസ്ഥ കൂടാതെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? Do you love me unconditionally? സ്നേഹം 4-5 തരത്തിലാണ് സ്നേഹം കിടക്കുന്ന. ആർക്കെങ്കിലും പുതിയതായി കേൾക്കുന്നവർക്ക് വേണ്ടിയാ പറയുന്നത്. ഒന്നെന്ന് പറയുന്ന അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം ദൈവത്തിന്റെ സ്നേഹം, വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുന്നത്. There are many kinds of love. First one is agape, which is God's love unconditional. രണ്ടാമത്തെ സ്നേഹം ഇഷ്ടങ്ങൾ നമ്മൾ പറയത്തില്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയത്തില്ലേ, പിള്ളേരൊക്കെ തമ്മിൽ പറയത്തില്ലേ. ഡാനി ജോബിന പറഞ്ഞില്ലേ, എനിക്ക് ചാച്ചനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതാ ഫീലിയോ എന്ന് പറയും. The second kind of love is filio, which means ഫീലിയോ I കഴിഞ്ഞിട്ട് like you. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ ഇറോസ് എന്ന് പറഞ്ഞ സ്നേഹം വരുന്നത്. ഒരു ശാരീരികമായി സെൻഷ്വൽ ആയിരിക്കുന്ന, സെക്ഷുവൽ ആയിരിക്കുന്ന ബന്ധത്തിലോട്ട് വരുന്ന ഇറോസ് എന്നുള്ള സ്നേഹം. And then you get married, you have this third kind of love, eros, which is sensual. അപ്പൊ ഡാനി ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ എന്താ പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ ചർച്ചില് ഗ്രേസാ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ചർച്ചിൽ ഗ്രേസാ പഠിക്കുന്നത്. അങ്ങനെ ഒരേ ആശയക്കാരുള്ള സ്നേഹത്തിനെ നോമോസ് എന്ന് വിളിക്കുന്നത്. ഒരേ ആശയക്കാർ, People who like each other with similar attitude is nomos. താങ്കൾ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ഡോക്ടർ. ഞാനും ഡോക്ടറാ. താങ്കൾ എന്തിന്റെ ഡോക്ടറാണ്? ഞാൻ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ്. ഞാനും ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ഒരു ഐക്യതയുണ്ട്. അതാണ് People നോമോസ്. with similar profession, they love each other. വീട്ടിനകത്ത് that is കാണുന്ന nomos. വീട്ടിനകത്ത് കാണുന്ന സ്നേഹം, അപ്പൻ മക്കൾ തമ്മിലുള്ള സ്നേഹമൊക്കെയാണ് സ്റ്റോർജെ എന്ന ആ വാക്കിന്റെ പേര്. The love between family, husband, wife, father, children, that is storge. ഇപ്പൊ എത്ര സ്നേഹം ഞാൻ പറഞ്ഞു? 5 പറഞ്ഞു. പറഞ്ഞ മോനെ എഫ്രൈം, നീ പറഞ്ഞേ ഏതൊക്കെയാ സ്നേഹം? ആഗാപ്പെ, ഫിലിയോസ്, ഇറോസ്, നോമോസ്, സ്റ്റോർജെ. പിന്നെ ഒന്നുകൂടി ഇല്ലേ? 5 എന്ന് പറഞ്ഞിട്ട് 4 കാണിച്ചോളൂ നീ ഇങ്ങനെ. അയ്യോ, പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3. ഇരുന്നു, നിനക്ക് ഞാൻ കുണ്ടറ ജോയി വാങ്ങിച്ചു തരാം. കുണ്ടറ ജോയി അറിയത്തില്ലേ നിനക്ക്? കിൻഡർ ജോയി, അതാ കുണ്ടറ ജോയി. ഒരാൾ വായിച്ചതാ. ഇതെന്തുകൂടെ ഇത് കുണ്ടറ ജോയി? കിൻഡർ, പിള്ളേർക്ക് കൊടുക്കുന്ന കിൻഡർ ജോയി. പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3 മൊത്തം പോയ പുള്ളിയാ. പഞ്ചപാണ്ഡവന്മാർ എത്ര? അതാണ്ട് ജെസിസ്റ്റർ വാ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്നാ? കട്ടിൽക്കാൽ എത്ര? 4 കാണിക്കുന്നത് എങ്ങനെയാ? മൊത്തം പോയി. റിലേ മൊത്തം പോയ പുള്ളികളാ. അപ്പൊ ഈ സ്നേഹങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ, യേശു ചോദിക്കുക, ഡു യു അഗാപ്പെ മീ? നീ എന്നെ വാസ്തവമായിട്ടും വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുന്നു. While we have these kind of loves, Jesus is asking Peter, do you really agape me? പത്രോസ് എന്താ മറുപടി പറഞ്ഞ? Peter says, പീറ്റർ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. Peter says, I like you. I filio you. അല്ലേ? കർത്താവിന് വല്ല പ്രശ്നമുണ്ടോ? Jesus has any problem? നമ്മളെ രഞ്ജൻ മോനായിരുന്നു ഇപ്പൊ എന്തു ചെയ്തേന്? റോണിച്ച എന്നെ താങ്കൾ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നേ പറയാന്, എന്നാ ഞാൻ പോവുക, ബോംബെയിൽ ഇനിയും വേറെ ചർച്ചൊക്കെ ഉണ്ടെന്ന്. നമുക്ക് പെട്ടെന്ന് ഇഷ്ടക്കേട് വരും അല്ലേ? ആശയങ്ങൾ ചേർന്നില്ലേ നമുക്ക് പറഞ്ഞ ഇഷ്ടക്കേടാ. If we don't agree with each other, we ഞാൻ പലപ്പോഴും ചോദിക്കുക, ആശയങ്ങളെല്ലാം കൂടെ ചേർന്നിരുന്നെങ്കിൽ ലോകം എന്നേ നന്നായേനും. ആശയം ചേരുമോ? ഒരു വീട്ടിനകത്ത് അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാ ആശയം ചേർന്നവരാണ് താമസിക്കുന്നത്. Even within a house there are disagreements. Listen to me. ആശയം ചേർന്നവരെല്ലാം കൂടെ ആണോ വീട്ടിനകത്ത് താമസിക്കുന്നത്? Even within a house there പള്ളിക്കകത്ത് വരുമ്പോഴും അങ്ങനെ വിവിധ ആശയക്കാരൊക്കെ ഉണ്ട്. ആശയം അവിടെ ഇരിക്കട്ടെ, അതിന്റെ അപ്പുറത്തായി അതിനെ മറച്ചു പിടിക്കുന്ന സ്നേഹത്താൽ. But there is a love that covers all disagreements. ഈ ചന്തുവിനെ ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ചന്തുവിന്റെ അപ്പനും അമ്മയും ഒന്നും ഈ ആശയത്തില്, അതുകൊണ്ട് അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയോ? Chandu's parents may not agree to his thoughts. അവനെ ഇറക്കി വിട്ടോ? അതോ അവൻ അവരെ ഇറക്കി വിട്ടോ? Doesn't mean he left his house. പറ്റത്തില്ല. കാര്യം ആശയം വ്യത്യസ്തമായിരിക്കാം, പക്ഷെ നിന്നെ വിളിച്ച വിളിയിൽ നീ നിൽക്കേന്ന് പറയുന്നതാണ് നിന്റെ ദൗത്യം. It is your responsibility to stand in the call of God. എന്തിനാ വിളിച്ച പത്രോസിനെ? യേശുവിന്റെ ആശയമാണോ പത്രോസിന്? Why was Peter called? Hey, listen to me, church. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പറയാണ്, യേശുവിന്റെ ആശയത്തിൽ എങ്ങനെ എത്തിയിട്ടില്ല? എത്തിയോ? Peter never came to the thoughts of നീ Jesus. ഇവരിൽ അധികമായി, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാൻ, രഞ്ജൻ മോനെ, ഇത്രയും പേരിൽ അധികമായിട്ട് ഡു യു അഗാപ്പെ മീ?
2 പ്രാവശ്യം ചിന്തിച്ചിട്ട് പറയാം. അങ്ങനെ അത് വരത്തുള്ളൂ ഇല്ലേ? ഇപ്പൊ പിന്നെ നിങ്ങളെല്ലാം കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞോളൂ. ആശയത്തിലേക്ക് വന്നു, ഇല്ല എനിക്ക് നിന്നെ ഫീലിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉടനെ എന്തോ പറഞ്ഞത് ഉടനെ അങ്ങനെ പറഞ്ഞല്ലേ, പോടാ നിനക്ക് വേലയൊന്നുമില്ല, നീ എങ്ങോട്ടേലും പോടാന്നാന്നോ പറഞ്ഞു? അല്ല, നീ ഇനിയിപ്പോ അങ്ങനാണെങ്കിലും ഫീഡ് മൈ ഷീപ്പ്. Even when Peter said, I feel you, Jesus said, feed my sheep. എന്റെ സഹോദരങ്ങളെ, യേശുവിന് വല്ല വ്യത്യാസമുണ്ടോ? നീ അവനെ സ്നേഹിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ, യേശു ഇങ്ങനെ അതൊന്നും നോക്കുവല്ല. Jesus is not looking at how much you love രണ്ടാമത്തെ him. പ്രാവശ്യം ചോദിച്ചു, Second ബർയോന സൈമൺ, Simon Barjona, നീ ഇവരിൽ അധികമായിട്ട് നീ എന്നെ നീ എന്നെ സ്നേഹിക്കുന്ന വാസ്തവമായി? do you really agape me more than all this? എന്താ പറഞ്ഞു? പിന്നെ അയാൾക്ക് ഇതറിയാമോ? യേശുവിന്റെ ആശയം കണ്ട് അയാൾക്കറിയാമോ? അയാൾ പറയാണ്, ഐ ഫീൽ യു. Second time Jesus asked, do you agape me? And Peter says, I feel you. നീ നിൽക്കുന്ന തലത്തിലൊന്നും വരാൻ എനിക്ക് അറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. I don't know how to be in the place where you are, but I just like you. എന്റെ കുഞ്ഞാടുകളെ, tend my sheep, എന്റെ പാലിക്കന്റെ ആടുകളെ. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച്, മൂന്നാമത്തെ പ്രാവശ്യം നീ നിൽക്കുന്ന തലത്തിലേക്ക് അവൻ ഇറങ്ങി വരും. And in the third time Jesus comes down to the level where Peter was. അന്നേരം ചോദിച്ചെന്നറിയാം, അഗാപ്പയല്ലേ ചോദിച്ചേ, ഡു യു ഫീൽ യുവർ മീ? നിനക്കറിയാമെന്ന തരത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നു. Third time he asked, do you feel me? അപ്പോൾ അവനെന്താ പറഞ്ഞറിയാം? അവന് മനസ്സിലായി ഇതെന്തോ ഒരു സാധനമാണ്, ഇതെന്തോ ഇവനെ എലിവേറ്റ് ചെയ്യുന്ന സാധനം എന്ന് മനസ്സിലായി. അവൻ പൊട്ടിക്കരഞ്ഞു പോയി. And then he broke down. എപ്പോഴാണ് നമ്മുടെ അകത്ത് കരച്ചിൽ വരുന്നത്? When do we cry? ഈ അരുമനാഥൻ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നാൽ നിനക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. When this precious Savior comes to you, you cannot stand, you will break down. അവനെ പറഞ്ഞ കർത്താവേ, നീ എല്ലാം, Lord, you know everything. You know everything. Whenever you are in the presence of the Lord, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പം പറയാൻ പറ്റുമോ, കർത്താവേ നിനക്ക് അറിയാമല്ലോ. And in his presence, എനിക്ക് അറിയാമെന്നൊക്കെ ഞാൻ പറയാ, ഞാൻ അറിയാമെന്നൊക്കെ പറയുന്നുള്ളൂ, നിനക്ക് അതിന്റെ പെർഫെക്ഷനിൽ അറിയാവുന്നത്. You know in perfection what I know. Third time യേശു എന്താ പറഞ്ഞു? What did Jesus say the third time? Again, feed my sheep. എന്റെ കുഞ്ഞാടുകളെ നീ പാലിക്കുക. Again he said, feed my sheep. Take care of my sheep. Take care of my sheep. അല്ല, നിന്റെ അറിവ് വെച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത്. നിനക്ക് കർത്താവിനോടുള്ള ബന്ധം നിന്റെ ശക്തമാണെങ്കിൽ കർത്താവ് നിന്റെ അസൈൻമെന്റ്സ് മാറ്റത്തില്ല. If your relationship with the Lord is strong, he will not change your assignment. Take it from me. നിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് അസൈൻമെന്റ് മാറ്റുന്നവനല്ല, അവന്റെ തലത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അവൻ നിന്റെ തലത്തിലേക്ക് ഇറങ്ങി വരും. God will come down to your level and gives you assignment. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ, കർത്താവ് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന്, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത നിലയിലേക്ക് അവൻ എന്നെ ഉയർത്തിക്കൊണ്ടു പോകും. Jesus will come down and lift you to levels you've never imagined before. Be true in your heart. ഹൃദയത്തിൽ എപ്പോഴും ആ സത്യം, ആ വിശ്വസ്തത കാണണം. We need to have the truth in our heart always. പത്രോസിന്റെ പിന്നാലെ പോയി ഒന്ന് നോക്കി കഴിഞ്ഞാണല്ലോ, പിന്നെ ഇവനുണ്ടല്ലോ സ്നേഹത്തിൽ വളർന്ന വളർച്ച. ഓ, and then if you look at the life of Peter, the way he's grown in the area of love. വലിയൊരു ഡിസ്പ്ലേ ആണ് പെന്തക്കോസ്റ്റ് ഡേയിലെ അവന്റെ പ്രസംഗം. And his preaching was a യേശുവിനെ കുറിച്ച് display. ഇത്ര വാതോരാതെ പ്രസംഗിക്കണമേ, ഇതിന്റെ അകത്ത് കത്തിക്കേറിയ സ്നേഹത്തിന്റെ വലിപ്പം എന്താണ്? See the amount of love that has gotten into Peter. അവൻ പ്രസംഗിക്കുക മാത്രമല്ല, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. God used a man not only to preach but to lead many to salvation. ഒരു കാര്യം മനസ്സിലായി, തന്നെ പിടിച്ച് അവസാനം തന്നെ ക്രൂശിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവരോട് അപേക്ഷിച്ചിട്ട് പറഞ്ഞു, യേശുവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കരുത്, കാര്യം എനിക്ക് അതിന് യോഗ്യതയില്ല. Peter even told people that do not crucify me like how you did to Jesus. I'm not worthy. യേശുവിനെ ക്രൂശിച്ച പോലെ ക്രൂശിക്കാൻ തുടങ്ങി. അവൻ പറയില്ല, എനിക്ക് അതിന് യോഗ്യതയില്ല, ഞാൻ ഇന്നും ആയിട്ടില്ല. I am no one. Please don't crucify me that way. നിങ്ങൾ എന്നെ ക്രൂശിക്കുകയാണെങ്കിൽ തലകീഴായിട്ട് ക്രൂശിക്കണം. Crucify me upside down. അങ്ങനെ പത്രോസിനെ തലകീഴായിട്ടാ ക്രൂശിച്ചത്. So they crucified Peter upside down. നേരെ നിന്ന് ക്രൂശിച്ചാൽ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തുവാ? Imagine how difficult it is to be തലകീഴായി crucified. ക്രൂശിച്ചാൽ അയാൾ ഏറ്റെടുക്കുകയാണ് കേട്ടോ. സ്നേഹത്തിനകത്ത് നിനക്ക് ത്യാഗപൂർവമായത് പലതും, സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്നത്, നിന്നെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ? അതാണ് ദൈവത്തിന്റെ സ്നേഹം.
God's love is sacrificial. Can you make yourself to nothing and love him? That is God's love. നമ്മൾ ഈ വാക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ നമ്മൾ പിണങ്ങി മാറി അല്ലെ കൂടും കിടക്കയിലും എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. അങ്ങനല്ല. ത്യാഗപൂർവമായ സ്നേഹത്തിനൊരു ഇടം ദൈവം ഒരുക്കും. God will make a place for sacrificial love. അവിടെ ഇരുന്ന് നീ കരഞ്ഞു പോകും. You will cry there. കരഞ്ഞു പോകും. You will cry. നോയിക്കോണമേ, യേശുവിനെ അറിയത്തില്ലെന്ന് ആണയിട്ടൊക്കെ പ്രാകുന്ന കണ്ടില്ലേ? Once he said he denied Jesus. അവന്റെ പുറകെ വന്നേക്കുന്നത്. And Jesus is coming behind the same person. മിനിഞ്ഞാന്ന് അവൻ പറഞ്ഞത് അവിടെ കൊണ്ട് എല്ലാവരും കേൾക്ക്, യേശു ആരാ എനിക്കറിയത്തൊന്നുമില്ലെന്ന്. Just 3 days ago he had denied Jesus. ഇവന്റെ പിന്നാലെ വന്നേക്കുവാ. താണ്ട് Now Jesus is ഇവരെല്ലാധികമായിട്ട് coming behind സ്നേഹിക്കുന്നു. him and asking him, do you love me? Make sure that you love someone. നിന്നെ ഉപദ്രവിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റൂ? Can you love people who hurt you? Hallelujah. So he grew in his love to agape. അവന്റെ സ്നേഹത്തിൽ നിന്ന് ഈ അഗാപ്പെ സ്നേഹത്തിലോട്ട് അവൻ വളർന്നു. യേശു ചോദിച്ചത് തന്നെ, അഗാപ്പെ ഉണ്ടോന്ന് ചോദിച്ചത്. Jesus asked him, do you agape me? അതിലേക്ക് വളർന്നു. ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് പറയണം, ഹല്ലേലൂയ, കർത്താവിനെ ഏതളവിൽ സ്നേഹിക്കുന്നു അത് തന്നെ നീ അവിടെ കൊടുത്താൽ മതി. In the amount you love the Lord, just give it. അതിൽ ആ കൊടുക്കുന്നതിൽ വെച്ച് നിന്നെ കർത്താവ് പണിതെടുത്ത് നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. And the Lord will build you and lift you up. 100% നിന്നെ കൊള്ളാവുന്നവനാക്കി അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. He will lift you and make you worthy. അതിന് വിരോധമായി നിന്നിൽ നിൽക്കുന്ന എല്ലാത്തിനെ പരിശുദ്ധാത്മാവ് ഇന്ന് അത് എടുത്തു മാറ്റി നിന്റെ തലയെ ഉയർത്തട്ടെ. Holy Spirit will remove every unwanted thing and lift up your head. So you ascend to God in love. ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് നീ ഉയർന്നു വരിക. You must be lifted in the love of God. മനുഷ്യരോടും അത് തന്നെ. മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ, ഞാൻ ഈ ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ഞാൻ ചോദിക്കില്ല, അമ്മാമ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? എന്നോട് ചോദിച്ച് കണ്ടിട്ടുണ്ടോ അമ്മാമയില്? അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. അതിനെ എത്രയോ പ്രാവശ്യം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വല്ലതും പറയാമോ? പറയത്തില്ല. ചുമ്മാ പറയുന്ന കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ആരില്ല നിങ്ങൾ ദൈവത്തെ കാണുന്നത്? നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നവനിൽ കാണണം. You must see God in the person next to you. All are carrying God's particle. എല്ലാം ദൈവാംശം വഹിക്കുന്ന എല്ലാം ഇതിനകത്തിരിക്കുന്നത്. ഇതിനകത്തല്ല ഈ പുറത്ത് നടക്കുന്ന എല്ലാം. അവന്റെ പേര് ചന്ദ്രശേഖരൻ നായർ എന്നായിരിക്കാം, ഫറൂഖ് അബ്ദുള്ള എന്നായിരിക്കാം. നമുക്കെന്നാ? നമ്മളെന്തിനാ പേര് ചോദിക്കുന്നത്? അവനിൽ ദൈവാംശം ഉണ്ടോന്ന് നീ തെരഞ്ഞ്. You must see God in a Hindu and a Muslim. അവൻ കറുത്തായിരിക്കാം വെളുത്തായിരിക്കാം, അത് നിന്റെ പ്രശ്നമല്ല. ദൈവത്തിന്റെ അംശം ഉണ്ടോ അവനിൽ? Is there God in the other person? ദൈവത്തിന്റെ അംശം നീ ഒരുത്തനിൽ കാണുന്നത് എപ്പോഴാണെന്നറിയോ? നിന്നിൽ അത് കാണുമ്പോഴാ. When it is there in you, you If will I see God in me, എന്നിൽ ആ ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നിലും ആ ദൈവം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. If you have കാരണം എന്നിൽ ഓടുന്ന അതേ ശ്വാസമല്ലേ നിന്നിൽ ഓടുന്നത്. എന്നിൽ ഓടുന്ന അതേ ചോരയല്ലേ നിന്നിലും ഓടുന്നത്. you have the same breath and the കാര്യം blood that's flowing ദൈവത്തിന് in me. വേർകൃത്യമില്ലാതെ യേശുവിൽ എല്ലാത്തിനെ ഒന്നാക്കി. God is impartial and made everything ഈ together. മതമാണ് നമ്മളെ അകറ്റി നിർത്തുന്നത്. Religion keeps you away. മതവും ജാതിയും നമ്മളെ അകറ്റി നിർത്തുകയാണ്. Religion and caste keeps us away. ഏറ്റവും വലിയ മതം എന്താണെന്നറിയോ? ഏറ്റവും വലിയ മതം സ്നേഹമാണ്. The greatest religion is love. ഏറ്റവും വലിയ ജാതി മനുഷ്യനാണ്. The greatest race is human race. ആ മനുഷ്യന്റെ അകത്ത് ദൈവാംശം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വാസ്തവമായിട്ടും നീ ദൈവത്തെ കണ്ടിരിക്കുകയാണ്. If you have seen God in another human being, you have seen God. നിങ്ങൾ വിചാരിക്കും ദൈവം ഇങ്ങനെ ഒരു മനുഷ്യനായിട്ടിരിക്കുക. ദൈവം മനുഷ്യനൊന്നുമല്ല. ദൈവം മഹാസ്നേഹമാണ്. He is love. ദൈവം സ്നേഹമാണ്, ദൈവം മഹത്വമാണ്, ദൈവം തേജസ്സാണ്, ദൈവം എല്ലാമാണ്. He is everything. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കൈയും കാലും വെച്ചിരിക്കുവാണോ? ആണോ? താടിയും മുടിയോ? നമ്മൾ വിചാരിക്കുന്ന ഒരു പുരാതനായ ദൈവം എന്ന് പറയുന്നത് പടുകളവനായ ഒരു ദൈവം ഇങ്ങനെ കൈയൊക്കെ വിറച്ച്, ഇപ്പൊ ലക്ഷക്കണക്കിന് പ്രായമുള്ളതല്ലേ, 100 ഇവിടെ വിറയ്ക്കാൻ തോന്നും. ആദികാലം മുതൽ ശാശ്വതമായ ദൈവം വിറച്ച് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് വരുന്നത് ദൈവമാണോട്ടിരിക്കുന്നത്. Do we have the picture of God as an old man? സൗന്ദര്യം ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ പറയുന്ന ദൈവമാണോ ഇത്? അല്ല, അവിടെ നിത്യസ്നേഹത്തിന്റെ പിതാവ്. He's the father of everlasting love. Hallelujah. Hallelujah. അവൻ എല്ലാവരും സ്നേഹിക്കുന്നവനാ. He loves everyone. അവിടെ ഞാനിപ്പോ ജസ്റ്റിസിനെ കൊണ്ട് അത് വായിപ്പിക്കാം, നല്ലത് മനസ്സിലാകും. മലയാളം വേദപുസ്തകം കയ്യിലിരിപ്പുണ്ടോ?
ഉണ്ടോ? കയ്യിലുണ്ടല്ലോ അല്ലേ? എന്നാ എടുത്തേ. മലയാളം വേദപുസ്തകം യോഹന്നാൻ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ അവസാനം. പ്രൈസ് ദി ലോർഡ്. അയ്യോ, ഞാനിവിടെ പാത്തിരിക്കുന്ന കണ്ടില്ലല്ലോ. എപ്പം വന്ന്? ആദ്യമേ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ കണ്ടില്ല. ഇത് സൂസൻ ഇങ്ങനെ പാത്തിരുന്ന ഞാൻ സൂസനെ എങ്ങനെ കാണുന്നത്? എന്റെ അടുക്ക വന്നിരിക്കും ഭയങ്കര ചൂട്. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്തു ഇത്? ഏത് യോഹന്നാന്റെ ലേഖനം? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമെന്ന് സംഗീതാത്മത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ സഹോദരി? എവിടാണ് ഈ മൊബൈൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വാങ്ങി ഞാൻ തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളഞ്ഞാൽ. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 4-ാം അധ്യായത്തിന്റെ അറിഞ്ഞിട്ടില്ല. ദൈവസ്നേഹം തന്നെ എന്ന് വായിച്ചില്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ദൈവസ്നേഹം തന്നെ കഴിഞ്ഞിട്ട് എന്തുവാ? ഇടയ്ക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ഇടയ്ക്കൊക്കെ കണ്ടോ അയ്യോ ആണെന്ന്. ദൈവസ്നേഹം തന്നെ കഴിഞ്ഞിട്ട് എന്താ? ഗോഡ് ഈസ് ലവ് കഴിഞ്ഞിട്ട് what do you see there? God is love. After that what do you see there? Full stop, that's all. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ പക്ഷേ എന്നൊക്കെ പറയുമ്പോഴേ കുഴപ്പമാവുന്നത്. ദൈവം എന്തുവാ? ദൈവം സ്നേഹം തന്നെ. രണ്ടുപേർക്കൊന്ന് കൈ കൊടുത്തിട്ട് ദൈവം എന്തുവാ? നീ പറയുന്നതൊന്നും അല്ല ദൈവം. God is not what you think he is. ദൈവം സ്നേഹം തന്നെ. He is love and full stop. നമ്മൾ മറ്റുള്ളവരെ കുത്തും. ഇത് കുത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊന്നുമില്ല. എവറിത്തിങ് ഇൻക്ലൂഡ്സ്. എല്ലാത്തിനകത്തുണ്ട്. ദൈവം എന്താണ്? What is God? ദൈവം സ്നേഹമായതുകൊണ്ടല്ലേ ഈ അമ്മണിയാൻ്റെ വയ്യാത്ത കാലത്ത്, ഈ മഴക്കാലത്ത് വയ്യാത്ത കാലം ഉണ്ടല്ല, തുണിയെല്ലാം ചുറ്റി ചർച്ച വരുന്നതിന്റെ കാര്യം എന്തുവാ? ഈ വണ്ണം പ്രാർത്ഥിപ്പാനാ അല്ലേ? കഷ്ടപ്പെട്ട് വരുമോ? നമ്മുടെ അണിവരള് മുറിഞ്ഞാൽ മതി എങ്ങനെ അവധി എടുക്കണം നോക്കിയിരിക്കുകയാണ്. കാലം മുഴുവനും വയ്യായിട്ടാ ഇരിക്കുന്നത്. വയ്യായെങ്കിലും റോണി പാസിനെ കണ്ടില്ലേ ഉണ്ടല്ലോ. അതാണ് അതിന്റെ കുട്ടൻസ്. സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധിയില്ല. Love means there is no holiday. സ്നേഹത്തിനകത്ത് അവധിയുണ്ടോ? ഇല്ല. ദൈവം പറയാണ് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരാഴ്ച ഞാനിവിടെ കാണത്തില്ല കേട്ടോ. If God says I love you but I'm taking a holiday for 1 week. ദൈവം ഭയങ്കര സ്നേഹമാണ്. ദൈവം പറയുവാണ് ഞാൻ ഊട്ടി വരെ പോവുകയാണ്, I'm just going to Ooty for 1 week, I'm not available. എന്താ സജി പറഞ്ഞത്? കടയടച്ച് കണ്ട് പോകാൻ പറ്റുമോ? സ്നേഹമൊക്കെയാ. What is the most important factor? അതിനകത്ത് ഏറ്റവും പ്രത്യേകമായ ഘടകം എന്തായിരുന്നു? What was the most important factor here? 12-ാം അധ്യായവും 14-ാം അധ്യായവും വാസ്തവത്തിൽ കൃപാവരങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളാണ്. 12th chapter and 14th chapter talks about the gifts of grace. അല്ലേ? 12-ാം അധ്യായത്തിനകത്ത് 8-ാമത്തെ വാക്യം തൊട്ട് പലതരത്തിലുള്ള കൃപാവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചിലർക്ക് പ്രസംഗിക്കാൻ, ചിലർക്ക് പാട്ടുപാടാൻ, ചിലർക്ക് ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെ പല കൃപാവരങ്ങളുണ്ട്. There are various gifts of grace in the spirit. അത് വേണമെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ ഒരു സ്ലൈസ് ആയിട്ട് എടുക്കാം. We can take it as one slice of the sandwich. അന്ന് മനസ്സിലായി. 14-ാം അധ്യായത്തിനകത്തും അന്യഭാഷ പറയുന്ന പ്രവചനം ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത്. Even 14th chapter is about the gifts of grace. അതും ബ്രെഡിന്റെ മറ്റൊരു കഷ്ണമായിട്ട് എടുക്കും, ഒരു സ്ലൈസ് ആയിട്ട് എടുക്കാം. That's a second slice of the bread. രണ്ട് കഷ്ണം വെച്ച് തിന്നുന്നതിന്റെ ഇടയ്ക്കത്തെ ജാമാണ് ഈ സ്നേഹം. 13-ാം അധ്യായം. And the filling between these two slices is 13th chapter, which is love. പീസിന്റെ ഇടയ്ക്ക് ഏറ്റവും മധുരമുള്ള, ഏറ്റവും നീ അന്യഭാഷ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ അടയ്ക്കകത്ത് സ്നേഹമില്ല എങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായി പോകും. If you don't have love, I mean if you speak in tongues, you are like a clanging cymbal and a sounding brass. What is love? എന്താണ് ഈ സ്നേഹം? ദൈവമാണ് ഈ സ്നേഹം. God is love. ഈ സ്നേഹം എക്സിബിറ്റ് ചെയ്യാനുള്ള ഇടമാണ് നിന്റെ ഫെലോഷിപ്പ്. And your fellowship is a place for you to exhibit യേശു love. പത്രോസിനെ വിളിച്ചത് യേശുവിൽ കൂടി ഈ സ്നേഹം അവന്റെ മേൽ പകരാനാണ്. Jesus called Peter so Jesus could impart this love to him. അല്ലാതെ അവന്റെ പോരായ്മകളെ തുറന്നു കാണിക്കാൻ അല്ല വിളിച്ചത്.
Jesus did not call to show his weakness. പത്രോസിനെ സംബന്ധിച്ച മൊത്തം ടോപ്പ് ടു ബോട്ടം മൊത്തം പോരായ്മകളുടെ ഒരു കൂമ്പാരമാണ് പത്രോസ്. If you look at Peter, he was filled with weakness and flaws. പെന്തക്കോസ്ത് ദിവസത്തെ അവന്റെ പ്രസംഗത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവന്റെ പ്രസംഗത്തിനകത്ത് മുഴുനീളം നിൽക്കുന്നത് ഈ മഹാസ്നേഹത്തിന്റെ പ്രവർത്തനമാണ്. But if you look at his preaching on the day of Pentecost, it's full of love. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനോട് പറയണം, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്നതിന് മുഴുവൻ ഇന്ന് ഈ 1-ാം തീയതി അവൻ നിന്നെ എടുത്തു മാറ്റി നിന്നെ ഉയർത്തട്ടെ. Today, whatever is standing against your progress, allow the Lord to remove it. നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. Acts 1:1. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. സകലത്തെ കുറിച്ചായിരുന്നല്ലോ. 1-ാമത്തെ വാക്യം അതാണ്. മതി, പിന്നെ വയ്ക്കാം. തെയോഫിലോസ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഓഫ് ഗോഡ് എന്ന, തിയോ എന്ന് പറഞ്ഞ ദൈവം, ഫിലിയോ നമ്മളിപ്പോ വായിച്ചില്ലേ, സ്നേഹം, ദൈവത്തിന്റെ സ്നേഹിതൻ. അപ്പൊ തെയോഫിലോസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി ഈ അപ്പോസ്തലപ്രവൃത്തികൾ എഴുതിയത് ആരാ? മോനെ കുക്കു, ആരാ എഴുതിയത്? എന്തുവാ നീ പറയുന്നറിയോ? ഞാനല്ല എഴുതിയെന്ന് പറയുന്നല്ലേ? ഞാനല്ല ഇത് എഴുതിയത്. ഇത് എഴുതിയത് ലൂക്കോസ് ആണ്. അന്ന് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, യേശുവിന്റെ കൂടെ നടന്ന ആളൊന്നുമല്ല, ഈ ശിഷ്യഗണത്തിന്റെ കൂട്ടത്തിനകത്ത് എഡ്യൂക്കേറ്റഡ് ആയ ഒരു പേഴ്സൺ, ഒരു ഡോക്ടറായിരുന്നു പുള്ളി, അപ്പോത്തിക്കിരി, ഭിഷഗുരൻ എന്നൊക്കെ വിളിക്കും. അയാൾ ഭയങ്കര സ്കോളർ ആയിരുന്നു അല്ലേ? അയാൾക്ക് ബോധ്യങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന ലൂക്കോസ്. We know that the author of Acts is Luke. He was a physician by profession who walked with Jesus. He was an educated man. ഇതിനകത്ത് തിയോഫിലോസ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ഒരു ചരിത്രം രേഖപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. Theophilus was another important person and Luke was writing it as a history to Theophilus. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴും ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിനകത്തും എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ 1 തൊട്ട് 3 വരെ വായിക്കുന്നവരുടെ ക്രമമായി പോയി ലൂക്കോസ് പരിശോധിച്ചിട്ട് 5 അപ്പം കൊണ്ട് തന്നെയാണ് 5000 പേരെ പോഷിപ്പിച്ചത്. അതൊക്കെ പോയി നോക്കിയിട്ട് നമ്മളത് കിട്ടുന്നതിന് മുമ്പേ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് എഴുതി പിടിപ്പിക്കുക. അയാൾ അങ്ങനെയല്ലേ ചെയ്തത്. അയാൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങൾ വസ്തുനിഷ്ഠ. ലൂക്കോസ് ഒന്ന് കാണിച്ച മക്കളെ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ ലൂക്കോസ് ഇത് എഴുതിയെന്ന് കാണിക്കാൻ വേണ്ടിയാ. ശ്രീമാനായ, അവിടെ കണ്ടില്ലേ, ശ്രീമാനായ തിയോഫിലോസ്, അഗൈൻ ടു ദി സെയിം പേഴ്സൺ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ജീവിതകാലത്തിൽ നടന്ന എല്ലാ 3.5 വർഷത്തെ സംഭവങ്ങളെ കുറിച്ച് പോയി തിരക്കി മനസ്സിലാക്കി വചനത്തിന്റെ ശുശ്രൂഷകന്മാരാകിൽ നമ്മെ പോലെ ഫലമേൽപ്പിച്ചതുപോലെ കണ്ട, ഇങ്ങോട്ട് മുമ്പോട്ട് കാണിച്ചിട്ട് പോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുക കൊണ്ട്. അടുത്ത 3, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്. അപ്പോൾ തിയോഫിലോസിന് ചില വാർത്തകൾ കിട്ടിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് അറിയാൻ അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ വളരെ കൃത്യതയോടുകൂടി ഒരു ചരിത്രം ഉണ്ടാക്കിയായിരുന്നു ലൂക്കോസിന്റെ ദൗത്യം. So Luke wanted to write an orderly account for the most excellent Theophilus. അല്ല, ചുമ്മാ എന്തെങ്കിലും ആരാണ്ട് പറഞ്ഞു കേട്ട് അപ്പുറത്തെ അമ്മാമ്മ ജനലിന്റെ അവിടെ നിന്നുകൊണ്ട് ഏതാണ്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ എഴുതി വെക്കും. അങ്ങനത്തെ പരിപാടിയല്ല ഇത് പോയി വളരെ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കി. And Luke did not write things just like that. He understood things and wrote the right account. സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സുവിശേഷങ്ങൾക്കകത്ത് വളരെ ചിട്ടയോടെ എഴുതിയിരിക്കുന്ന സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷമാണ്. If you look at all the gospels, Luke is one gospel where things are written in an orderly account. 3 സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്ന് പറയുന്ന സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള എന്നാലും വൈരുദ്ധ്യങ്ങളുള്ള സുവിശേഷങ്ങളിനകത്ത് ഒരുപോലെ ഇരിക്കുന്നതാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷം. Matthew, Mark, Luke are called synoptic gospels because they are similar. യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ വെളിപ്പാടിന്റെ മേഖലയിൽ യോഹന്നാൻ എഴുതുന്നതാണ്. But the Gospel of John is very different. It is written in the area of revelation. അപ്പോൾ ഇവരാരും പറയുന്ന കാര്യങ്ങളല്ല യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ അതിന്റെ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു വെളിപ്പാട് നിറഞ്ഞവനായി എഴുതുന്നതായിട്ട് നമ്മൾ കാണാം. John did not write like these 3 gospels. He is full of revelation. He wrote certain things. ഇവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന് നമ്മൾ വായിച്ചു വരുന്ന ഉടനെ നമ്മൾ കാണുന്ന ഒന്നുകൂടെ കാണിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തികൾ 1:1. തിയോഫിലോസ്, ഞാൻ എഴുതിയത് 1-ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നാൾവനെ അവൻ ചെയ്തും ഉപദേശിച്ചതും യേശു ചെയ്തതും ഉപദേശിച്ചതുമായ കാര്യങ്ങൾ.
അപ്പൊ യേശുവിന്റെ പ്രവൃത്തി മാത്രമല്ല, യേശുവിന്റെ ജീവിതത്തിനകത്ത് ഉപദേശങ്ങളും ഉണ്ടായിരുന്നു. Jesus not only did work, but he also taught things. യേശു ചെയ്തതും പഠിപ്പിച്ചതും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിനക്ക് ഉയരണമെങ്കിൽ നിനക്ക് ഉപദേശങ്ങൾ ആവശ്യമാണ്. If you need to grow, you need instructions. അവൻ യേശു ചെയ്തതും മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ രോഗി സൗഖ്യമാകുന്നത് നീ അറിയണം. രോഗത്തിന് സൗഖ്യമുണ്ട്. You need to know that there is healing for sickness. അത് ഏത് തരത്തിലുള്ള മാറാരോഗമായിക്കോട്ടെ, അതിന് സൗഖ്യമുണ്ടെന്ന് നീ വിശ്വസിക്കണം. You must believe that there is healing. ഉപദേശങ്ങൾ, യേശുവിന്റെ പഠിപ്പീരുകളെ നീ വിശ്വസിക്കണം. You must believe in the teaching ഒരു of പക്ഷിയുടെ Jesus. ചിറക് പോലെ, രണ്ട് ചിറക് പോലെയാണ് ഈ യേശുവിന്റെ പ്രവൃത്തികളും യേശുവിന്റെ ഉപദേശങ്ങളും. It's like the wings, two wings of a bird that Jesus' teachings and his word. യേശുവിന്റെ പ്രവൃത്തി, യേശു രോഗികളെ സൗഖ്യമാക്കി. Jesus healed the അന്ധന് sick. കാഴ്ച കൊടുത്തു, ചെകിടനെ കേൾപ്പിച്ചു, ആമേൻ ഊമനെ സംസാരിപ്പിച്ചു, കൂനനെ നിവർത്തി, ആമേൻ വെള്ളത്തിന്റെ മീതെ നടന്നു, വെള്ളത്തെ വീഞ്ഞാക്കി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രം നീ അറിയണം. We must know the history where Jesus did great things. He did miracles and healed the sick. 5 അപ്പം കൊണ്ട് 5000 പേരെ വർദ്ധിപ്പിച്ചതുപോലെ ഈ മാസം നീ വർദ്ധിക്കാൻ ആഗ്രഹിക്കണം. And you must also desire to increase. പരിമിതമായ കാര്യങ്ങളായിരിക്കും നിന്റെ കയ്യിലിരിക്കുന്നത്. അതിനകത്ത് യേശുവിന്റെ കരുത്തിൽ കൊടുത്താൽ നീ വർദ്ധിക്കുക തന്നെ ചെയ്യും. If you have limited resources, hand it over to the Lord for an increase. അപ്പൊ 2 കാര്യങ്ങളാണ്. നീ ഉയരുവാൻ പ്രവൃത്തികള്, യേശുവിന്റെ പ്രവൃത്തി പോലെ നിനക്കും ആ പ്രവൃത്തി ചെയ്യാൻ പറ്റും. യേശുവിന്റെ ഉപദേശങ്ങൾ പോലെ നിനക്കും ഉപദേശിക്കാൻ പറ്റും. And you can work like Jesus did. You can teach like Jesus did. രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ പിന്നീട് കണ്ട കാര്യം, രണ്ടാമത്തെ വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്തു. And Jesus instructed things of the kingdom. അപ്പം പ്രവൃത്തികളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങളുണ്ട്. There are also instructions and along with works. ഇൻസ്ട്രക്ഷൻസ് തെറ്റിക്കാൻ പാടില്ല. We can't go away on instructions. ലൂക്കോസ് 17-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുന്നത് ലോത്തിന്റെ ഭാര്യ, റിമെമ്പർ, ആരുടെ ഭാര്യ? ലോത്തിന്റെ ഭാര്യ ഓർക്കാനാ പറയുന്നത്. Remember Lot's wife. കാര്യം എന്താ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു? ചെന്ന് ഈ സോദോം ഗോമോറ നശിപ്പിക്കുകയാണ്. ദൂതന്മാർ ചെന്നേച്ച് പറഞ്ഞു, പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കല്ലെന്നാ പറഞ്ഞു. ഇൻസ്ട്രക്ഷനാ, തിരിഞ്ഞു നോക്കാൻ പാടില്ല. Lot's wife was given an instruction by the angel, as you run away, do not look നീ back. തിരിഞ്ഞു നോക്കരുത്, പുറത്ത് നിന്നെ കൊണ്ടുവന്നവൻ മുമ്പോട്ട് നടത്തത്തില്ലേ? I let you away, go ahead, don't look back. മുമ്പോട്ട് നടന്നുണ്ടേ പുള്ളിക്കാരത്ത് അയ്യോ വാഷിംഗ് മെഷീൻ എടുത്തില്ലല്ലോ, ഫ്രിഡ്ജ് ഓഫ് ചെയ്തായിരുന്നു, ഇത് നീ പുറമോട്ട് നോക്കരുത്. When you're walking ahead, you're thinking about your house, you're looking back. ചർച്ച വന്നിരിക്കുമ്പോഴാ ഓർത്തു, അയ്യോ ഗ്യാസ് നിർത്തിയില്ലല്ലോ എന്ന്. പുറമോട്ട് നോക്കുക. പുറമോട്ട് നോക്കി നടക്കാനല്ല നമ്മളെ വിളിച്ച. നിന്നെ പുറത്തിറക്കിയവൻ, അവൻ നിന്നെ ഉയർത്തി മുമ്പോട്ട് കൊണ്ടുവന്നവനാ. You're not supposed to look back and walk. He's the one who let you out. You have to walk ahead. അവന്റെ വിളിച്ച ദൈവം വിശ്വസ്തനല്ലേ? One who called you is faithful. He will lead you ahead. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ച എല്ലാ ആണുങ്ങളോട് ഞാൻ പറയാം, വേദപുസ്തകം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ഓർക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. All married men, you are supposed to remember one woman. ലോത്തിന്റെ ഭാര്യ ഓർത്തോണം എപ്പോഴും. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? 17:32 വായിച്ചു നോക്കിയമ്മനെ, മോനെ വായിര്. അപ്പൊ അച്ഛ ധൈര്യമായിട്ട് ഓർത്തു. വേറെ വല്ലവനെ ഓർത്തിട്ട് പിന്നെ എന്റെ അടുക്ക് വന്ന് കുത്തി ഉണ്ടാക്കരുത്. വചനാടിസ്ഥാനത്തിൽ നിങ്ങൾ ലോത്തിന്റെ ഭാര്യ ഫിലിപ്പിത്താൻ ഓർത്തോണം എന്നും. കേട്ടോ? ആരോടെ ഇത് പറയുന്നത്? അതാ ഇന്നോട്ട് വിടുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഓർക്കണം. എന്തിനാ ഓർക്കുന്നത്? അനർത്ഥങ്ങളിലേക്ക് പോകാതിരിക്കാൻ. ഈ ഉയർച്ചയുടെ വഴിയിൽ നിൽക്കുന്ന നീ എന്തിനായി പുറമോട്ട് തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ അങ്ങ് വയനാട്ടിലായിരുന്നെങ്കിൽ പുറമോട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യം ഓർത്തുകൊണ്ടിരിക്കും. When you're traveling in the path of progress, നല്ലതാ ഓർക്കുന്നത്. അവിടെ രാജാൻ വന്നു പറഞ്ഞ അപ്പച്ചൻ കല്ലെടുത്ത് എറിഞ്ഞൊക്കെ ഓർക്കുന്നത് നല്ലതാ. അങ്ങനത്തെ കാര്യം ഓർക്കണം ഇടയ്ക്കൊക്കെ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞോണോ അത്? അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ദൈവം തരും, ഉറപ്പായ കാര്യം. എല്ലാവരുടെ ജീവിതത്തിൽ there are instructions. God gives us all instructions. ഇൻസ്ട്രക്ഷൻ ദൈവം തരുമ്പം അത് അനുസരിക്കുന്നതിൽ കൂടിയ ഉയർച്ച പ്രാപിക്കുന്നത്. When you obey instructions, you will be lifted. ഇൻസ്ട്രക്ഷൻസ് നേരിട്ടും കിട്ടാം, അല്ലേ? പാസ്റ്ററിൽ കൂടി കേൾക്കാം, ഈ മെസ്സേജിനകത്തൂടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കാം.
Through the message, you are receiving instructions. When you obey, you will go up. See, violation of instruction won't help you to ascend. ഉയർന്നു വരാൻ ഒരിക്കലും ഈ ഇൻസ്ട്രക്ഷൻ നിരാകരിക്കുന്നത് നിന്നെ സഹായിക്കത്തില്ല. When you violate instructions, it will block your ascent. See, ചർച്ചിൽ വന്നിരുന്നത് കൊണ്ട് ഒന്നും ആകത്തില്ല. ചർച്ചിൽ വന്നിരിക്കുന്നവരെല്ലാം വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I don't believe that just merely coming to church will be of much ചർച്ചിൽ വരുന്നവരെല്ലാം ഡിസൈപ്പിൾസ് ആണോ, ശിഷ്യന്മാരാണോ? All who come to church are not എന്നടാ disciples. മോനെ എഫ്രീമേ, നീ അവിടെ KFC പോയിരുന്ന നീ ചിക്കൻ ആവുമോ? If you go to KFC, you don't കെൻഡക്കി become a ഫ്രൈഡ് ചിക്കൻ chicken. ഷോപ്പിനകത്തിരിക്കുക, അല്ലെങ്കിൽ ബർഗർ കഴിക്കാൻ അവിടെ പോയിരിക്കുക, ആ കടയിലിരുന്ന് പറഞ്ഞാൽ നമ്മൾ ബർഗർ ആവുമോ? You go to a burger shop, you don't become a burger. ചർച്ച വന്നിരുന്നോണ്ട് നീ വിശ്വാസിയാണോന്നില്ല. ചർച്ച വന്നിരിക്കാം, You can come to church, but that alone doesn't help you. ശിഷ്യനാകണമെന്നില്ല. You need not become a disciple. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ നിന്റെ ഹൃദയത്തെ തുറന്നെങ്കിൽ മാത്രമേ നിന്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ, നീ വിശ്വാസിയായി മാറത്തുള്ളൂ. If you open your heart to the work of the Lord, you will become a disciple and a believer. അതുകൊണ്ടാണ് യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ അറിയണ്ടേ. യേശു രോഗികളെ സൗഖ്യമാക്കിയ കാര്യം അറിയണ്ടായോ? We need to know about the works of God. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. നമ്മൾ മരണത്തെ അല്ല കാണുന്നത്, മരിച്ചാലും ഉയർപ്പിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ട്. We need to know Jesus raised the dead. രോഗം വന്നാൽ രോഗം വരില്ലേന്നല്ല, രോഗം വന്നാൽ സൗഖ്യമാക്കുന്നവൻ എന്റെ കൂടെ ഉണ്ടെന്ന്. The healer is with me. I must know that. ആമേൻ, ഹല്ലേലൂയ. സാമ്പത്തിക പരാധീനതകൾ വന്നാൽ സമ്പന്നനായിരിക്കുന്ന കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന്. I have financial difficulties. The rich God is with me. ആമേൻ. രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ച്. രണ്ടാമത്തെ വാക്യം യേശു എങ്ങനെയാണ് ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്തത്? രണ്ടാമത്തെ വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം 40 ദിവസം യേശു ഇത് തന്നെ ദൈവരാജ്യം തെളിയിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവരാജ്യം, 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 ദൈവരാജ്യം. ഇതാ ദൈവരാജ്യം നിങ്ങളുടെ അകത്തുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എക്കോയിങ് പോലെ 40 ദിവസം he was talking about the kingdom of God. And after he was resurrected, for 40 days he was speaking of the things pertaining to the kingdom of God. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ 40 ദിവസം എന്തോ ഈ പറയേണ്ടത്? How much of instructions regarding kingdom of പറഞ്ഞു, God? ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയിലും അവൻ സമാധാനത്തിലും സന്തോഷത്തിലും പരിശുദ്ധാത്മാവിനെ അയച്ചതുകൊണ്ട് വർദ്ധിച്ചു വരുന്നതാണ് ഈ ദൈവരാജ്യം. Kingdom of God is not about eating and drinking. It is about the righteousness, peace and joy in the Holy ദൈവരാജ്യത്തിനകത്ത് Spirit. ദൈവത്തിന്റെ എല്ലാ ഒഴുക്കുകളും ഉണ്ടാകും. In God's kingdom there is a flow of all good things. 40 ദിവസം ഉപദേശിച്ചത്. 40 days instruction. ഇവിടെ 2 മണിക്കൂർ ഇരിക്കുന്നതിന്റെ കഷ്ടിച്ച ഈ ഉപദേശം കേട്ടു. 2 days is 2 hours is hard. ദൈവരാജ്യം, 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 ദൈവരാജ്യം. അപ്പൊ ആ പത്രോസ് ചോദിക്കണ്ടേ, ഇതല്ല വേറൊന്നും പറയാനില്ലേ? Ideally Peter should have asked, don't you have anything else to talk യേശു about? പറഞ്ഞത് മുഴുവൻ ഇവരുടെ അകത്തെ ഇവരുടെ കണ്ണുകൾ വിടരാൻ തുടങ്ങി ദൈവരാജ്യത്തെ കുറിച്ച്. Their eyes opened as Jesus instructed them. ഹല്ലേലൂയ. ഞാനും അങ്ങ് ആഗ്രഹിക്കുമായിരുന്നു 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങ് വെച്ചാലുണ്ടാകും. Yes. ഇപ്പം തന്നെ 4 ക്രൈസ്തലോട് ആമേൻ ഹോ ഗ്ലോറി ഒക്കെ വന്നുള്ളൂ, ബാക്കി ആരും വരത്തില്ലെന്നാ അതിന്റെ അർത്ഥം. Even I was thinking of having a 40-day fasting prayer. എന്നാ മോളാന്ന് റീനയ്ക്കാന്ന് ഫാസ്റ്റിംഗ് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. 40 ദിവസം നമ്മൾ ഓർത്തു വയ്ക്ക്, 40 days continuously without break. ഇത് നമ്മൾ വല്ലപ്പോഴും സൺഡേയിലെ വരുന്നത്, അത് തന്നെ ഈ ആഴ്ച വന്നാൽ പിന്നെ അടുത്ത ആഴ്ച സംശയം വരുമോ എന്നുള്ളത്. എന്നിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ, ഇതേ ഉള്ളു പറയാനെന്ന്. Imagine 40 days continuously hearing the word of the kingdom. ഞാൻ തന്നെ അതിശയം, കർത്താവേ ഇത് നീ അങ്ങ് തെളിയിക്കുക. 40 days വേറൊന്നും പറയാനില്ലേ? Don't you have anything else to speak? Only the Instructions, kingdom of God. പ്രവൃത്തികള് എല്ലാത്തിനെ കുറിച്ച് യേശു പറഞ്ഞുകൊണ്ടിരുന്നു. Jesus kept speaking about all the works ഞാൻ of the പറയട്ടെ, kingdom. കഷ്ടപ്പാടുണ്ട് ഈ ചർച്ചിലൊക്കെ വരുന്ന കഷ്ടപ്പാട്. പക്ഷെ നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നല്ല കേൾവി ആവശ്യമാണ്. It's hard to come to church, but this hearing is important for your progress. നല്ലത് കേൾക്കണമെന്ന് ഇവിടെ വരണം. For you to hear good things, you must come here. ഇവിടെ നിന്റെ കൂട്ടം നിന്നെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇരുത്തിയതാണോ, നീ ഇവിടെ വന്നിരിക്കണം. If the Holy Spirit brought you here, you must come here. നീ 2 ദിവസം കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്തത് വന്നാലും നീ അവിടെ ഇരിക്കണം. Even if you don't like certain things, still you ഞാൻ must പറയുന്നതല്ല, come. സഭാപ്രസംഗി 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. സഭാപ്രസംഗി എന്ന് പറഞ്ഞ എക്ലാസ്റ്റിയാസ്റ്റിസ്, അതങ്ങനെ സാധനം. അതിനകത്ത് എനിക്കത് പറയാൻ വലിയ പാടാണ്. ഇപ്പോഴും ഞാനിത് പറഞ്ഞു ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് സഭാപ്രസംഗി. Ecclesiastes. അതാണ് അമ്മോള് പറഞ്ഞത്. അതാണ് അതിന് 10-ന്റെ 1 വായിച്ചു നോക്കിയേ. Ecclesiastes 10:1. 10-ന്റെ 4 10-ന്റെ 1 വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വേറെ ആയിപ്പോ. 10-ന്റെ 4
4 വായിച്ചേ നിങ്ങൾ. അധികാരിയെ വിട്ടിട്ട് നിങ്ങൾ പാസ്റ്റർ എന്നിരിക്കുക. എവിടെ പാസ്റ്ററിന്റെ കോപം ഡാനിയുടെ മേൽ വന്നാലും ഡാനി എഴുന്നേക്കല്ലത്, അവിടെ ഇരുന്നോണം അല്ലേ? അങ്ങനെ വായിച്ചേ, ഡാനി തന്നെ വായിച്ചേ. ആചാര്യന്റെ കോപം എന്റെ നേരെ പൊങ്ങുന്നു എന്ന് നിനക്ക് തോന്നിയാൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത്. ശാന്തി എന്ന് പറഞ്ഞാൽ നിന്റെ പേഷ്യൻസ്, നിന്റെ ക്ഷമ. മഹാപാതകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി പറയാൻ പോകുന്ന അപവാദങ്ങളില്ലേ പുറത്തോട്ടിറങ്ങിയെന്ന്. അയാളുണ്ടല്ലോ, ആ പറയുന്നില്ല. പറ 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 ബ്രദറെ, എന്താ പറ്റിയത്? ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. ഐ ടു ഐ സുനി. ഐ ടു ഐ സുനിയാണോ? ഞാൻ എക്സോഡസ് റിവൈവൽ ചർച്ചിലായിരുന്നു. അയാളുണ്ടല്ലോ ഭയങ്കര സാധനമാണ്. ആ പറ ബ്രദറെ, എന്തായിരുന്നു? ന്യൂസ് എല്ലാം കൊടുക്കുക. ആരുടെ കോപം? അധിപതി. അധിപതി എന്ന് പറഞ്ഞത് പേഴ്സൺ ഹു ഈസ് ഇൻ അതോറിറ്റി. അധികാരത്തിൽ ഇരിക്കുന്നവന്റെ കോപം നിന്റെ മേൽ വരുമ്പം നീ അവിടെ കുത്തിപ്പിടിച്ചിരുന്നോണ്ടെന്ന് എന്റെ അർത്ഥം. If the spirit of ruler rises against you, stay there, don't leave. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇയാളോട് തന്നെ ഇത് പറഞ്ഞത് പറ. Tell the person next to you, I am talking to you. ആരോടാ ഇത് പറയുന്നത്? It's for me. അതുകൊണ്ട് അധികാരത്തിന്റെ കീഴിൽ വന്നിരിക്കാൻ പറയുന്നത്. That's why you must come under authority. അതോറിറ്റിയുടെ കീഴിൽ ഇരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യം. നമ്മൾ എല്ലാം സ്വതന്ത്രന്മാരാണല്ലോ, സ്വതന്ത്രന്മാർ. We want to be independent. We don't want to be under authority. We don't like anybody, above us. നമ്മുടെ മുകളിൽ ആരെയും വെക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല. അതൊന്നും വേണ്ടെന്ന് പറയാം, ഒന്നും വേണ്ട. ഞങ്ങൾ പല ചർച്ചിൽ പോയിട്ട് ഞങ്ങൾക്ക് അറിയാം, വേണ്ട. We don't want anything. We've gone to many churches. ഇവിടെ ചൂടെടുത്തിട്ട് നിൽക്കാൻ കുറയ്ക്കാനാ. ഞാൻ ഈ ചൂടൊന്ന് കൂട്ടാൻ ഞാൻ നോക്കുമായിരുന്നു. സ്വിങ് എന്തെല്ലാം പണി ഞാൻ ചെയ്യണം, ഓരോരുത്തർ ഇരുത്തണം. ഞാൻ സ്വിങ്ങെ കയറ്റി ഇരുത്തണം, പിന്നെ ആട്ടിയോടെ ഞാൻ തരാം. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ചിരിച്ചാൽ മതി. ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടിൽ കൂടിയാണ് വരുന്നത്. അധികാരിയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബി ഓൺ യുവർ സീറ്റ്. നീ നിന്നെ ഇരുത്തിയെടുത്ത് നീ ഇരിക്കുക. You just be on your seat even if your authority rises against you. ബംസിയും പൊക്കിക്കൊണ്ട് പോകാൻ എളുപ്പമാണ്. Easy to lift your bums and go. അങ്ങനെ നടന്ന അതെ ഞാൻ പറഞ്ഞു. സ്പിരിച്വൽ ജിപ്സിയായുള്ള കുഴപ്പം ഇവിടുത്തെ ഈ വിഴുപ്പുകൾ കൊണ്ട് വേറൊരിടത്തോട്ട് പോയിരിക്കുന്നത്. If you are a spiritual gypsy, you carry the baggage from one place to the other. Examine. എല്ലാം ഇങ്ങനെ പരിശോധിക്കാൻ തോന്നും. അതും ഇതും കമ്പാരിസൺ വരുന്നത് ദൈവസഭയ്ക്കകത്ത് വിള്ളൽ ഉണ്ടാക്കാതിരിക്കാനായി പറയുന്നത്. You shouldn't create cracks in the church of God. അതുകൊണ്ട് 8ാമത്തെ വാക്യം, ഇതിന്റെ 8ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. Verse 8. കുഴി കുടിക്കരുത്. കുഴി കുടിച്ചാൽ എന്താ പറ്റും മോനെ വിനോദ്? അതിനകത്തോട്ട് ഒന്നും പറഞ്ഞാൽ വീഴും. അതല്ല, കുഴി പിടിച്ച് ഇരിക്കുന്നിടത്തിരുന്ന് കുഴി പിടിച്ച് അങ്ങനെ ഇരിക്കും, അതിനെ താഴെ പോകും. പിന്നെന്താ പറയുന്നത്? ദൈവരാജ്യത്തിന്റെ ആണിക്കല്ല് കയറ്റിക്കൊണ്ടിരിക്കുന്ന ജോലിയില്ല ഇപ്പൊ എല്ലാവരും. മതില് പണിയുക. You all are building, അല്ലേ? We all build together the kingdom of God. ദൈവത്തിന്റെ രാജ്യം നമ്മളെല്ലാം ചേർന്ന് പണിയുമ്പോൾ നീ അതിനകത്ത് മതില് പൊളിക്കാൻ പോകരുത്. Never dig a pit, you will fall into it. Don't break through a wall. പഴയ കല്ലൊക്കെ എടുക്കുന്ന പറഞ്ഞ അറിവുള്ളവരും പ്രായമുള്ളവരും പറയും, മോനെ കൈ അടിയിലോട്ട് ഇട്ടെടുക്കരുത്, അതൊന്ന് ഇളക്കി ഇട്ടിട്ട് പിടിക്കാന്ന് പറയും. അതിന്റെ അടിയിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്? ആ പല സാധനങ്ങൾ, പഴുതാര തേള്, ചെറിയ പാമ്പുകള് ഒക്കെ ഇരിക്കും, തണുപ്പ് പറ്റിയിരിക്കും. If you break through a wall, you can be bitten by a serpent. ഏത് മതിലും നിങ്ങൾ പോയി പൊളിച്ചു നോക്കിയാൽ അതിനകത്ത് എന്തെങ്കിലും കാണും. Whatever wall you break, there will be something there. You look at the wall. Wall is so beautiful. നിങ്ങൾ ആ മതിലിനെ നോക്കി, മതിലെന്തോ ഭംഗിയുള്ളത്, അതെന്തിനാ നീ പൊളിക്കുന്നത്? Why are you breaking the wall? It's so beautiful. ഹലോ, സഭയ്ക്കകത്ത് വന്ന കുഞ്ഞെ, നീ ആ ദൈവരാജ്യത്തിന്റെ പണിക്കകത്ത് പൊളിക്കാനല്ല നിന്നെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ പണിത് കയറ്റാനല്ലേ. When you come to the church, you have to build it up. Don't break the wall. Spiritual maturity, ആത്മീയ പക്വത വരാത്തത് കൊണ്ടാണ് ഈ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. Because you don't have spiritual maturity, you rise up and go to all churches. We have many people, abroad. ഒത്തിരി ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സഭ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ കല്യാണം നടത്തിക്കൂടെ പിള്ളേരുണ്ട്, അവർ വിളിക്കത്ത് പോലുമില്ല. വർഷത്തിലൊരിക്കലും വിളിക്കണം, നിന്റെ വെഡിങ് ആനിവേഴ്സറിക്കലും ഒന്ന് വിളിക്കുക. We have many children all across the world, but at least നിന്റെ ബർത്ത്ഡേക്കെങ്കിലും വിളിച്ച് നിന്റെ പാസ്റ്റർ അല്ലേ വിളിച്ച്, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറ. ഇല്ല, കല്ലി വെട്ടി ബന്ധം വിട്ടു പോ. എന്തിനാണ് ചെയ്യുന്നത്? I have conducted their marriages, done everything for them, but they don't even call me. ഒത്തിരി ആൾക്കാരുണ്ട് പുറത്തൊക്കെ ഉള്ളത്. once in a while you give a call to your pastor. നീ നാട്ടിൽ അവധിക്ക് വരുമ്പോ പാസ്റ്ററെ ഒന്ന് വിസിറ്റ് ചെയ്യ്.
Visit your pastor when you come for holidays. Give him a ഒന്നും call. കൊണ്ടുവരണ്ട. എനിക്ക് ഇവിടെ അപ്പുറത്തെ മത്തായി ചേട്ടന്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കിറ്റ്കാറ്റ് കൊടുക്കും. എനിക്ക് കിറ്റ്കാറ്റ് ഒന്നും കൊണ്ട് തരികയും വേണ്ട. Please don't bring Kit Kat. It's all available But here. it's a courtesy. You just visit your pastor. But it is a courtesy to visit your pastor Come when you for come. ഒരു ആരാധനയ്ക്കുന്ന ഈ ചർച്ചിനകത്ത് പോവാ. Come to the church for a service. നിന്റെ കല്യാണം നടത്തിയാൽ മതി, നിന്റെ കൊച്ചിന്റെ മാമോസ് നടത്തിയാൽ മതിയായിരുന്നു. വേറെ ഒന്നും വേണ്ടേ? ബന്ധങ്ങൾ വേണ്ടയോ? You don't want any other relationship except from conducting your wedding and your child's ഇമ്മച്യൂരിറ്റിയിൽ dedication. നടക്കണം. നമ്മളും ആത്മീയ പക്വതയുള്ള ആത്മീയ തീഷ്ണതയുള്ള വ്യക്തികളായിട്ട് നടക്കണം. We must not walk in immaturity, walk in the zeal of the Lord and maturity. അതുകൊണ്ട് ഈ പലത് കേൾക്കലെന്ന് പറഞ്ഞു. പലത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. കർത്താവാണോ ജസ്റ്റിസ് വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാ ഇവിടെ കൊണ്ടുവന്നത്? If you believe, വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് വേറൊരു സഹോദരിയാ, അത് ബിന്ദുവായിട്ട് അങ്ങ് പോയി. if you believe the Holy ഇത് Spirit കണ്ട് ലൈനായിട്ട് brought you കയറി here. ഇരിക്കുക. ലൈനായി ഓണി പാസ്റ്ററിനോട് ലൈനായെന്ന് സജൻ ബ്രദർ തെറ്റിദ്ധരിക്കണ്ട അല്ലേ? ലൈനായിട്ട് ഇന്ന് സൂസൻ സിസ്റ്റർ ഇവിടെ ഇരിക്കുന്നത് എന്താ കാര്യം എന്തുവാ? ആകാശത്തൂടെ കണ്ട് പറഞ്ഞു നടക്കുന്ന ഒരു എർക്കൻ നടറാ വിളിച്ചോണ്ട് സൂസനെ കൊണ്ട് ഇവിടെ വന്നേക്കുന്നു. ഹൗ യു ആർ ഹിയർ? മക്കളെ, നിങ്ങൾ എത്ര നാളായിട്ട് നിങ്ങൾ 2 വർഷം വീട്ടിലിരുന്നവരോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിനകത്തെ പൊരുത്തക്കേടുകൾ അല്ല നീ നോക്കേണ്ടത്, ഇതിനകത്തെ ആത്മീയ തീഷ്ണത നീ ഉയർന്നു വരണം. You must come up in the zeal of the Spirit and don't look at the shortcomings in this place. ഫിലിപ്പിച്ചാൻ ഓമനമാവ പണ്ടങ്ങാണ്ട് വന്നു വെച്ചാൽ അടുത്ത ആഴ്ച ഞങ്ങൾ എവിടാന്ന് അറിയത്തില്ല, ഞങ്ങളിങ്ങനെ അവധിക്ക് വരുമ്പോൾ പല ചർച്ചകളിൽ പോകുന്നവരാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാടപറക്കി ഇങ്ങനെ നടന്നതാ. പിന്നെ പോയിട്ടില്ല. എന്നെ 15 വർഷം റോണി പാസ്റ്ററിനെ ചക്കര പാസ്റ്ററായിട്ട് മാറിയത്. പ്രത്യേകിച്ച് നിങ്ങൾ എന്താ അതിന്റെ കാര്യം എന്താ? അതാ ആത്മീയ പക്വത. That is spiritual maturity. കൂടും കിടക്കെടുത്ത് നടക്കുന്നതല്ല ആത്മീയ പക്വത. Walking around in different churches is not നിന്റെ maturity. വീട്ടിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ല, വീട് വിട്ടു പോവോ? If you have disagreements in your house, will you leave the വീട്ടിനകത്ത് house? എതിരഭിപ്രായങ്ങളില്ലേ, വീട് വിട്ടു പോകുമോ? Will you leave the house if you നിന്റെ have വിശ്വാസത്തിൽ disagreements? നിൽക്കാത്ത നിന്റെ അപ്പനെ അമ്മയെ പുറത്താക്കുമോ? Just because your parents are not in faith, will you നിന്റെ evict റെവലേഷൻ them അവർക്കുണ്ടോ? out? They may not have your revelation. നിന്റെ റെവലേഷൻ നിന്റെ പിള്ളേർക്കുണ്ടോ? Maybe your children don't have the revelation. Will you expel them from the house? we cover them in love. സ്നേഹത്താൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കത്തില്ലേ? We need to cover them in love. We are called to love people. മനുഷ്യരെ സ്നേഹിക്കാനല്ലേ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. God has called us to love others. 40 ദിവസം ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കും. ഇത് തന്നെയാ പറഞ്ഞു, ദൈവരാജ്യം 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 എന്ന് പറയുന്നത് എന്തുവാ? What is kingdom of God? Take it from me. ദൈവരാജ്യം എന്ന് പറഞ്ഞ എന്തുവാ? What is kingdom of God? സ്നേഹത്തിന്റെ കൂടാരമാണ്. It is a tent of love. പല അഭിപ്രായങ്ങളുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. People with different opinions come together and worship ഞാൻ God. പറഞ്ഞില്ലേ, ഇത് കണ്ടോ ജെസ്സി സിസ്റ്റർ, ഇത് കണ്ടോ, സൂസൻ സിസ്റ്റർ ഇത് കണ്ടോ? ഇത് എല്ലാവർക്കും ഓരോ തരത്തിലല്ലേ ഇരിക്കുന്നത്. ഇവർക്കെല്ലാം ഒറ്റ നീളമാക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലേ? മോള് റീനയും പറഞ്ഞില്ലേ പറ്റത്തില്ല? ഇല്ലേ, പറ്റത്തില്ലല്ലോ അല്ലേ? എന്നാ പറ്റും, ഒന്ന് വളഞ്ഞാ മതി. നമ്മുടെ കുഴപ്പം ഇതാ, വളയത്തില്ല. ഇപ്പൊ ഈ പുള്ളി പറയും ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വലിപ്പമുള്ള ഭയങ്കര പുള്ളിയാണ്. അപ്പൊ ഇയാൾ പറയും ഞാനല്ലേ എല്ലാം ചൂണ്ടി പറയുന്നത്. അപ്പൊ മറ്റേ പുള്ളി പറയും എല്ലാവരെയും കാണുന്ന നീളമുള്ള ഞാനാ. അപ്പൊ ഇങ്ങനെ പറയും എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കുന്ന ഞാനാ, മോതിര വിതരൻ. അപ്പൊ ഇയാൾ പറയും ചെവിക്ക് വേദന വന്നാൽ ഇതൊന്നും ഇടത്തില്ലല്ലോ, ഇതല്ലേ ഇടുന്നത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ ഡ്യൂട്ടി ഉണ്ട് അല്ലേ? തന്നെ നിൽക്കുക, തന്നെ നിന്നാ എങ്ങനെ ഇതെല്ലാം കൂടെ ഓടിച്ചു പറിച്ച് ഊരക്കളയും. എന്നാൽ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് നിന്നേ. ഇതിന്റെ പേരെന്തുവാ? ഇതാ മുഷ്ടി, ഫിസ്റ്റ്. ഇതിനെ തകർക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് പലരായിരിക്കുന്നേ, പലരായ നാം ഒന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യം. There is strength when we are together and united. പല വീട്ടുകാരെ, പല അഭിപ്രായക്കാരെ, പല ചിന്താഗതിക്കാരെ, പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബലം വല്ലവനും കയറി വല്ലതും ചെയ്യാൻ പറ്റുമോ? No one can do anything if we stand together. മോദി ഇപ്പോ ഒരു സാധനം ഇങ്ങോട്ട് ഇറക്കുകയാണ്, വിശ്വാസികളല്ലാത്തവരെല്ലാം കൊല്ലാൻ പോവുകയാണ്. Suppose Modi is going to kill all unbelievers. ക്രിസ്തീയ വിശ്വാസത്തിലല്ലാത്തവരെല്ലാം കൊല്ലാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if Modi says that I'm going to kill all unbelievers, വിശ്വാസികളായവരെല്ലാം കൊല്ലാൻ പോവാന്ന് പറഞ്ഞാൽ, if he says I'm going to kill വിശ്വാസം കാണും? all believers, പുറത്തു വന്ന് നിൽക്കുകയാണ്. വിശ്വാസികളാണോ കൊന്നുകളെ? we are going to kill you if you are a നമ്മൾ സൈഡിൽ കൂടെ believer. പറയാം ഞാൻ ചുമ്മാ കയറുന്നേ ഉള്ളൂ, വിശ്വാസിയൊന്നുമല്ല കേട്ടോ, ഞാനൊക്കെ പോകും. ഇതുവഴി പോയറിനെ ഞങ്ങൾ
വിശാഖപട്ടണത്തിൽ നിന്ന് വിശാല മനസ്സോടുകൂടി വന്നതാണ്. അച്ചാച്ച എങ്ങനെ അച്ചാച്ച 2 പിള്ളേരും ഉണ്ട്, നമ്മളെ പോയേക്കാം അല്ലേ? നമ്മൾ ഓരോരുത്തരും അന്നേരം അറിയാം. പുറത്തിങ്ങനെ നിൽക്കുക വാളുമായിട്ട്, കേട്ടോ. വിശ്വാസിയാണോ? സുനിൽ പറഞ്ഞു. അവനത് മനസ്സിലായി. അവൻ പറഞ്ഞു ഞാൻ ഉറച്ചിരിക്കുമെന്നാ പറഞ്ഞു. ഹല്ലേലൂയ. See, consistent disciples ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് ഹിയറിംഗിൽ കൂടിയാണ്. പൊരുത്തമുള്ള ശിഷ്യന്മാരുണ്ടാകുന്നത് സ്ഥിരമായ കേൾവിയിൽ കൂടിയാണ്. പൊരുത്തമുള്ള ശിഷ്യന്മാർ. Continuous hearing is the reason for consistent disciples. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം വായിച്ചാട്ടാ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ യെരൂശലേമിൽ കാണണം. You must be found in Jerusalem. യെരൂശലേമാണ് എന്തോ ബേസ് അല്ലേ? ബേസ് വേണ്ടായോ? ഇതിപ്പോ എന്തോ വലിയ പ്ലെയിനാന്ന് പറഞ്ഞാലും തിരിച്ചേത് ഫ്ലൈറ്റിലാ പോകുന്നത്? സജൻ ബ്രോ, ഏത് ഫ്ലൈറ്റിലാ പോകുന്നത്? എമിറേറ്റ്സിലാന്നോ, എത്തിഹാദിലാന്നോ, എയർ ഇന്ത്യയിലാന്നോ? ഒന്നുമല്ല, എയറോപ്ലെയിനാന്ന് പോകുന്നത്. എയർ ഇന്ത്യക്കാ പോകുന്നല്ലേ? എയർ അറേബ്യക്കാ പോകുന്നത്. എയർ അറേബ്യയുടെ ബേസ് ഏതാ? ഷാർജയുടെ അല്ലേ? അതുപോലെ ദുബായിയുടെ ഫ്ലൈറ്റ് ഏതാ? എമിറേറ്റ്സ്. അപ്പൊ എമിറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം അല്ലേ? അതിനൊരു ബേസ് ഉണ്ട്, ദുബായ് ബേസ്. എത്തിഹാദ് എന്ന് പറഞ്ഞ ഉടനെ അബുദാബിയാന്ന് നമുക്കറിയാം അല്ലേ? സ്വിസ് എയർ എന്ന് പറഞ്ഞ ഉടനെ നമുക്ക് സ്വിറ്റ്സർലൻഡ് അറിയാം. അതിങ്ങനെ ഓരോ ബേസ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ എവിടെ കൂടി ഈ ഫ്ലൈറ്റ് കറങ്ങി നടന്നെന്ന് പറഞ്ഞാലും ബേസി വരണം. ഞാനും അതാ പറഞ്ഞ, നീ എതുവഴിയൊക്കെ പോയെന്ന് പറഞ്ഞാലും ബേസി വരണം. നിന്റെ ചർച്ചിനകത്ത് നീ വരണം. നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നീ ഇരിക്കണം. എവിടൊക്കെ കൂടെ വട്ടക്കിറങ്ങി പോയാലും വരണം. Wherever you fly around, you must have a base, and that's your church. യെരൂശലേമിൽ ഇരിക്കാനാ പറഞ്ഞു. യെരൂശലേമിൽ ഇരിക്കുക. കാര്യം യെരൂശലേമിൽ ഇരിക്കുമ്പോൾ be in Jerusalem. യെരൂശലേമിൽ ഇരിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കാൻ പോവാ. A miracle is going to happen there. അതാ പറഞ്ഞത് 40 ദിവസത്തെ ടീച്ചിങ്ങിനകത്താ പറയുന്നത് വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. You must wait for the fulfillment of the promise. പിതാ ആരെ വാഗ്ദത്തം തരുന്നത്? Who gives the പിതാവ് പറഞ്ഞ വാഗ്ദത്തം. There is a promise of the Father. യേശു കുരിശിൽ മരിച്ചപ്പോൾ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടോ? ഇല്ല. When he died on the cross, it was not fulfilled. അവിടെ തുടങ്ങിയായിരുന്നു. It started there. അതിനുശേഷം ഒരു വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമുണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. And there is another fulfillment of the promise, that is the coming of the Holy And he Spirit. said, I have accomplished everything. കുരിശിൽ പറഞ്ഞു ഞാൻ എല്ലാം പൂർത്തീകരിച്ചു, ഇനി നിങ്ങളെ ആരും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തമുണ്ട് പിതാവിന്റെ. I have finished everything on the cross, but there is a greater promise of the Father. ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. കുരിശിൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുവാണ് 40 ദിവസം വരെ പഠിപ്പിക്കുകയാണ് പിതാവിന്റെ വാഗ്ദത്തം കാണുക. Resurrected Jesus is talking for 40 days about looking for the promise of the Father. എത്ര പേര് വിശ്വാസ സ്നാനം സ്വീകരിച്ച എത്ര പേരുണ്ട്? വിശ്വാസ സ്നാനം സ്വീകരിച്ചു. How many of you have received baptism by എല്ലാം faith? കൈയാണല്ലോ. എല്ലാം വിത്തൗട്ട് ഹാൻഡ് നൂർന്ന് വരട്ടെ. അല്ല, ഇത്രയും പേരുണ്ടല്ലേ. ബാക്കി സ്നാനം സ്വീകരിക്കാത്തൊരു സ്നാനപ്പെടണം. എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യേശുവിന്റെ ശിഷ്യനാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. പരസ്യമായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. പരസ്യമാക്കി ചെയ്യണം. കാര്യം ഇത് രഹസ്യത്തിൽ ചെയ്യുന്നതല്ല, പരസ്യമാക്കണം. It has to be a public declaration of you following Jesus. ഈ സ്നാനപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടായി യേശു നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു ധാരണ നിങ്ങളുടെ അകത്തുണ്ടായി. You have the understanding that through baptism Jesus is in you. അല്ലേ? വിശ്വാസ സ്നാനത്തിലൂടെ എന്ത് സംഭവിക്കുന്നത്? What happened to the baptism? കർത്താവിന്റെ പിന്നാലെ ഞാൻ പോകും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടായി. അല്ലെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഉറപ്പ് നമുക്കുണ്ടായി. We have the confidence that the Lord is with us. We are going after him. എന്നാൽ ഈ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി വേറൊരാൾ വരുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. Holy Spirit is the promise of the Father. അപ്പൊ ഈ ജലത്താലുള്ള സ്നാനം നല്ലതാണ്, അത് ആവശ്യമാണ്, ഒരു ബോധവൽക്കരണമാണ്, അത് നമ്മളെ ഒന്ന് ഉണർത്തിക്കുന്നതാണെങ്കിലും അടുത്ത ഒരു കാര്യമുണ്ട്. അതാണ് പരിശുദ്ധാത്മ സ്നാനം. There is a baptism with water, that is good, but there is another baptism which is of the Holy Spirit. You are getting baptized in the fire. You know, in the Holy Spirit. പരിശുദ്ധാത്മാവിൽ നീ സ്നാനപ്പെടുക. You are getting baptized into the fire of the Spirit. അതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും കർത്താവിന്റെ അകത്ത് നീ ഉണ്ട്, നിന്റെ അകത്ത് കർത്താവുണ്ട്.
which means you are in the Lord and He is in you. മറ്റേത് നിനക്കൊരു അറിവ് മാത്രമേ ഉള്ളൂ, ഞാൻ കർത്താവിന്റെ അകത്താണ്. ഇപ്പോൾ നിനക്ക് നല്ല പൂർണ്ണ ബോധ്യം വരും, ഞാൻ കർത്താവിന്റെ അകത്താണ്, അവൻ എന്റെ അകത്താണ്. Until then it is just a knowledge, but through the baptism of the Spirit you know that He is in you and you are in Him. ഇതുവരെ ഉണ്ടാകാത്ത ചില കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച്. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചപ്പോൾ, സ്നാനം സ്വീകരിച്ചപ്പോഴത്തേക്ക് ഫിലിപ്പ് പിന്നെ അസ്തോദിലാ നിൽക്കുന്നത്. When they received the baptism of the Spirit, Philip was found in ഏത് വണ്ടിയിലാ പോയി? ഏത് വണ്ടിയിലും ആത്മാവ് നിന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് നീ പ്രവേശിക്കണം. You must come to a place where the Spirit transfers you. ഉയർച്ചയുടെ മാസത്തിലാണ് നിൽക്കുന്ന ഈ ജൂൺ മാസത്തിന്റെ 1-ാം തീയതി നിന്നോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ താഴ്ചകളെ മാറ്റി നിന്നെ ആത്മാവിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയമായി തീരണം. In the beginning of the month of June, you must tell yourself, this is the time the Holy Spirit will transfer you and lift you. യോഹന്നാനെ കണ്ടില്ലേ? 4-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ഇവിടെ കയറി വാ, ആത്മാവ് എടുത്തുകൊണ്ട് പോകുക. In Revelations we read the Spirit telling John, come up here. മേലാൽ സംഭവിക്കാനുള്ളതിനെ കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ, നീ ഇതുവരെ ലോകത്തിൽ ഒരു മനുഷ്യനും കാണാത്ത കാര്യം ആത്മാവ് നിന്നെ ഉയർത്തിക്കൊണ്ടുപോയി കാണിച്ചു തരും. Come up and I will show you things that are yet to come. The Holy Spirit is ready to show you things. ഞാനിത് പല അവസരത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഉത്സാഹത്തിന് വേണ്ടി പറയുകയാണ്. ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം. I have had this experience when I started reading the Bible. എന്നെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് പോയി. Holy Spirit took me by hand and transferred me. കാര്യം ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം ഇവർക്ക് കാണാൻ വേണ്ടി കാണിക്കുക. ഈ വേദപുസ്തകം അന്ന് 1450 രൂപ എങ്ങനെ വിളിച്ച ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് കിട്ടിയതാണെങ്കിലും ഇന്ന് ഇതിന്റെ വില 10,000-7,000 രൂപയായി. This Bible now costs around 7,000 rupees. It was 1,400. ലെതർ ബൈൻഡ് ഒക്കെ ഏതാ എന്റെ 60 വയസ്സായപ്പം എനിക്ക് ലെതറിനകത്ത് അവർ കയറ്റി. ഇത് വായിക്കാൻ വേണ്ടി ഇരിക്കുക. So I bought the Bible and I started to read. ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് വല്ലതും അറിയോ? Coming out of Marthoma Church, I had no clue about the Holy Spirit. അറിയത്തില്ല, മർത്തോപ്പള്ളി വിട്ടിട്ടുമില്ല. കാര്യം ഇങ്ങനെ നിൽക്കുകയാണ്, എന്തോ ചെയ്യണം, എവിടെ പോകണം, എന്തോ അന്നൊന്നും അറിയത്തില്ല. I had just left the Marthoma Church and I was in confusion. confusion. എനിക്കൊരു കൺഫ്യൂഷന്റെ പീരീഡ് ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. I had a period of confusion. ഞാൻ വേദപുസ്തകം വാങ്ങിച്ചിട്ട് വായിക്കാൻ വേണ്ടി വൈകിട്ട് 7 മണിക്ക് കുളിച്ചിട്ട് വേദപുസ്തകം തുറന്നു. അപ്പൊ എന്നോട് ബൈബിൾ കടയിൽ CLS നിൽക്കുന്ന എന്റെ ഫ്രണ്ട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികളിലോട്ട് വായിക്കാൻ പറഞ്ഞു. So at the Bible bookshop I got an instruction. ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്ട്രക്ഷൻ പലയിടത്തുനിന്ന് വരും. ഇൻസ്ട്രക്ഷൻ നിന്നെ ഉയർത്തും. I got the instruction to read from Acts of Apostles. സ്നേഹമുള്ളവരെന്ന് കേൾക്കണം. വല്ലവനും വഴിയെ നടന്നു പോകുന്നവന് പറയുന്നതല്ല. നിനക്ക് വേണ്ടി ആൾക്കാരെ ദൈവം ഒരുക്കും. God will prepare people to instruct you. എന്നോട് പറഞ്ഞു, ഉൽപ്പത്തി തൊട്ടൊന്നും വായിക്കരുത്, ചുമ്മാ പുറപ്പാടാകുമ്പോൾ നിന്ന് പോകും, അതുകൊണ്ട് വേണ്ട. മത്തായിയും തൊട്ട് വായിക്കേണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ പേരെല്ലാം വായിക്കുമ്പോഴേ ഈയുടെ പേരാണ് അപ്പോസ്തലപ്രവൃത്തികളിലൂടെ വായിക്കാൻ പറഞ്ഞു. He said, don't start from Genesis, you will stop at Exodus, begin to read from Acts. ഞാൻ ഉൽപ്പത്തി കുളിച്ചേച്ച് വന്നിരുന്ന 7 മണിക്ക് വായിക്കാനായിട്ട് തുടങ്ങി. 1-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ ഭയങ്കര സ്പിരിറ്റ് അല്ലേ. കാര്യം 1-ാമത്തെ 1500 രൂപയുടെ വേദപുസ്തകം, പിന്നെ ആ തുറക്കുന്നതിൻ്റെ ഒരു സമയം. ഞാൻ എൻ്റെ ടൈറ്റസ് ബ്രദറിൻ്റെ ഒരേ വേദപുസ്തകമാണ് ഒരേ സമയത്ത് വാങ്ങിച്ച. അപ്പോൾ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ ഉടനെ ഞാനിത് പെട്ടെന്ന് ഇതെല്ലാം അങ്ങോട്ട് വായിച്ചോണ്ടേ. അദ്ദേഹം ഇച്ചിരി സമയം എടുത്തു വായിച്ചൊക്കെ വരാൻ വേണ്ടി. അപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് ഇത് തുറക്കുന്ന കൃന്നൊരു സൗണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറയാം, ഭയങ്കര നാണം കേടാണ്. കാര്യം ഇത് അവരായിരിക്കും ആദ്യമായിട്ട് വേദപുസ്തകം തുറക്കുവാണ്. കാര്യം ഇത് ഗോൾഡൻ ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് ഇളകി വരുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് സെഫന്യാം എന്നൊക്കെ പറയുമ്പോൾ സെഫന്യാം ഇടാന്ന് തന്നെ അറിയത്തില്ലെന്ന്. അത് കണ്ടുപിടിച്ച് തുറന്നു വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നവരെല്ലാം കേൾക്കും, ആണ്ട് പുള്ളി വേദപുസ്തകം തുറന്നു വരുന്നു. എന്ത് രസമായിട്ട് കാര്യങ്ങൾ. അയ്യോ, അങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിനകത്ത് ഈ പറഞ്ഞ വാഗ്ദത്വം എന്റെ മേൽ ഇറങ്ങി. As I kept reading chapter 1 and chapter 2 of Acts verse 2, the Holy Spirit came down upon me. 40 ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞ വാഗ്ദത്തം 2000 വർഷം കഴിഞ്ഞ് എന്റെ പേരയ്ക്കകത്ത്, ഞാൻ ഇരിക്കുന്ന മുറിക്കകത്ത്, എന്റെ കസേരയുടെ മേൽ ആ വാഗ്ദത്തം വന്നു. That promise was fulfilled in my house on my chair after 2000 years. പെട്ടെന്ന് 2-ാമത്തെ അപ്പോസ്തലപ്രവൃത്തി 2:2 പെട്ടെന്ന് കൊടിയ കാറ്റ് പോലെ ഒരു മുഴക്കമുണ്ടായി. കണ്ട, ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചെന്നുള്ള ആ വാക്യം കൊണ്ട് വായിക്കുകയും എന്റെ അടുത്ത് ആരാണ്ട് വന്നിക്കുക. And as I was reading the verse, suddenly there was a wind and a rushing of a mighty wind,
and it filled the whole house, and I felt as if someone was standing next to me. അയാൾ എന്റെ കൈയെ രണ്ടും പിടിച്ചു പറഞ്ഞു, ഞാൻ മേൽത്തരമായത് കാണിച്ചു തരാം. He held my hands and said, I will show you something എന്നിട്ട് precious. വലിയൊരു ഓഷനിലേക്ക്, വലിയൊരു സമുദ്രത്തിലേക്ക് എന്നെ കൊണ്ടുപോവാ. And then I felt I was being taken down to the ocean അതിന്റെ bed. മുകളിൽ കൂടി ഒഴുകി വരുന്നതെല്ലാം കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഇതൊന്നും എടുക്കരുത്, ആൾക്കാരെല്ലാം പ്രസംഗിച്ചിട്ടിരിക്കുന്ന പ്രസംഗങ്ങളെ ഞാൻ നിനക്ക് മേൽത്തരമായത് കാണിച്ചു തരാം. And then I saw many things floating over the water, and he said, don't take all these things. ഇന്നും ഞാൻ These are things already preached by people. I will give you something better. ചവറൊക്കെ എന്നോട് പറഞ്ഞു, ഇതൊന്നും എടുക്കല്ലോ, ചവർ. Some waste things are floating on the top of the ocean. Don't take any of these things. These are all ഞാൻ preached നിനക്ക് പുതിയത് things. കാണിച്ചു തരാം, പുതിയത്. I will show you something new. അങ്ങനെ ഈ സമുദ്രത്തിന്റെ അടിക്കെട്ടിലെ ഓഷൻ ബെഡിലേക്ക്, അടിത്തട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ, ഇന്നും ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ തിളങ്ങുകയാണ്. ഈ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ മുത്തുകളും പവിഴങ്ങളും വാരിയെടുക്കാൻ പറ്റാത്തതുപോലെ കിടക്കുകയാണ്. And as I went to the ocean bed, it was unbelievable, such beautiful corals and ഒരു pearls കൊതിയോടെ ഇന്നിരുന്ന് that was ഈ 1-ാം there. തീയതി കൊതിയോടെ നീ കാണും, നിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഹല്ലേലൂയ. നീ ഉയർന്നു കയറി ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി മുത്തുകളും പവിഴങ്ങളും നീ വാരിയെടുക്കണം. You must desire this morning that you must go down to the ocean bed and get precious things of the word of നിങ്ങൾ God. പറയത്തില്ലേ, പാസ്റ്ററെ ഇത് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല, ഇത് പിന്നെ അതുപോലെ നിനക്കും അതേ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അന്ന് പിതാവ് നൽകിയ വാഗ്ദത്തം നിന്റെ മേൽ തരും. നീ ഇന്ന് വരെ ആരും പറയാത്ത കാര്യങ്ങളെ പ്രസ്താവിക്കും. If you have the desire, Holy Spirit will give you what no one has ever seen, and you will speak things which no one has ever preached. എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ചിലത് പറഞ്ഞിട്ട് എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. Even after my preaching, I've doubted myself. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പത്രോസ് 11 ശിഷ്യന്മാരുമായി ബോട്ടിൽ ഇരിക്കുകയാണ്. യേശു വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്ന കണ്ടപ്പോൾ ചോദിച്ചു, കർത്താവേ, നിനക്ക് നടക്കാമെങ്കിൽ എനിക്കും അത് ഈ വെള്ളത്തിന്റെ മീതെ നടക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പം യേശു എന്ന് പറഞ്ഞു, വരിക. When Jesus walked on the water and Peter wanted to walk, he said, can I walk? Jesus said, come. അപ്പോൾ ഞാൻ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് എന്നോട് വഴക്കുണ്ടാക്കി. I was speaking about this. ആവശ്യമില്ലാത്തൊന്നും പറയല്ലെന്ന് പറഞ്ഞു. Someone came to fight with me. ഞാൻ Don't പറഞ്ഞത് speak ഇങ്ങനെയാണ്, blasphemy. പത്രോസ് കാലെടുത്തത് വെച്ചത് വെളിപ്പാടിലേക്കാണെന്ന്. And I said that Peter stepped his ആൾ foot വഴക്കുണ്ടാക്കി into പറഞ്ഞു, വെളിപ്പാടിനെ revelation. പുള്ളി വെള്ളത്തിലേക്കല്ലേ കാൽ വെച്ചതെന്ന്. And he said, no, he stepped into the water. ഞാൻ പറഞ്ഞു, അതുവരെ വെള്ളമായിരുന്നു, വചനം വന്നു കഴിഞ്ഞു, വരിക എന്ന് വചനം വന്നപ്പോൾ വചനം ഇവന്റെ മേൽ പാറ പോലെ തുറന്നപ്പോൾ ഇവൻ കാലെടുത്തു വെച്ചത് ഇവന്റെ വെളിപ്പാടിനകത്തെ കാൽ വെച്ചു. Until then it was water, but when he heard the word and it came as a revelation, he stepped into his revelation, which is the ആ വെളിപ്പാടിനകത്തെ കാൽ വെച്ചാൽ നീ നിന്റെ ജീവിതത്തിൽ താണു പോകത്തില്ല. If you step into the revelation, you will never sink in your life. മെജോറിറ്റി 11 പേര് ഇരുന്ന് എന്തോടെ ഈ കാണിക്കുന്നത് വിചാരിക്കുമ്പോൾ നീ വ്യത്യസ്തമായത് ചെയ്യും. While the 11 are sitting in the boat, you will do something ഈ different. 1-ാം തീയതി എത്ര പേര് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് വേണം, എനിക്ക് വചനത്തിനകത്തൊരു അത്ഭുതകരമായ നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. How many of you desire this morning that I want to see the revelation of the Holy Spirit? You will be elevated. For sure. ഞാൻ പറയാം, ഇന്ന് നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ 1-ാം തീയതി തൊട്ട് നീ ആഗ്രഹിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തിക്കൊണ്ടു പോകും. The Holy Spirit will surely lift you. That is what law of ascending. This is the law of ascent. Law of ascendance എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ നിന്നെ ഉയർത്താതിരിക്കാൻ പറ്റത്തില്ല. അത് ലോയാ. That is the law, and he will lift you. Law of love ഉണ്ട്. സ്നേഹത്തിന് ചില തത്വങ്ങളുണ്ട്. There are certain laws of love. സ്നേഹത്തിന്റെ തത്വം എന്തോ? സ്നേഹത്തിന്റെ തത്വം എന്തുവാ? What are the law of love? law of സ്നേഹത്തിന്റെ love? തത്വം എന്തുവാ? ഇങ്ങനെ എന്നെ മിടിച്ചു നോക്കുന്നല്ലോ സ്നേഹത്തിന്റെ തത്വം. സ്നേഹത്തിന്റെ തത്വം എന്തോടാ മോനെ? പറ. നീ ഫോണിനകത്ത് എടുക്കുക, വാട്സാപ്പ് എനിക്ക് മെസ്സേജ് അയക്കുവന്നു. സ്നേഹത്തിന്റെ തത്വം എന്തുവാ? Forgiveness. അത് അച്ഛൻ അറിയത്തില്ല. യോബിനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ സ്നേഹത്തിന്റെ തത്വം. സ്നേഹത്തിന്റെ തത്വം എന്തോ നമ്മളെ റീന? സ്നേഹത്തിന്റെ തത്വം എന്തുവാ? ഞാൻ മുമ്പോട്ട് വരുമ്പോൾ ഓരോരുത്തർ കുനിഞ്ഞു നോക്കുന്നു. പറ മോനെ വെസ്ലി, സ്നേഹത്തിന്റെ തത്വം എന്തുവാ? സ്നേഹത്തിന്റെ തത്വം എന്താണ്? തത്വം ഏറ്റു, ഞാൻ സമ്മതിച്ചു. സ്നേഹത്തിന്റെ തത്വം എന്താ അറിയാവോ? നിന്നെ സ്നേഹിക്കുന്നവൻ
നീ ഇഷ്ടക്കേട് കാണിക്കുമ്പോൾ അവനും ഇഷ്ടക്കേടുണ്ടാവും. പൊരുത്തമുള്ളത് വരുമ്പോഴേ നമുക്ക് സ്നേഹം ഉണ്ടാകത്തുള്ളെങ്കിൽ യേശു പറയുകയാണ്, സ്നേഹത്തിന് ഞാനൊരു തത്വം പറയാം, ശത്രുവിനെ സ്നേഹിക്കണം. Loving your enemies. സ്നേഹത്തിന്റെ തത്വം എന്തോ? ലവ് യുവർ എനിമി. നിന്നെ കൊല്ലാനിരിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റുമോ? അതാ സ്നേഹത്തിന്റെ തത്വം. That is love. ഗ്രേസിനൊരു തത്വമുണ്ട്, ലോ ഓഫ് ഗ്രേസ്. കൃപയുടെ തത്വം എന്തുവാ? Humility. കൃപയുടെ തത്വം ആ പറഞ്ഞു, കറക്റ്റ്. പാപം പെരുകുന്നിടത്ത് നിന്നൊക്കെ കൃപ കിട്ടിട്ടുണ്ടോ? നീ അതിനെ മൂടി പിടിച്ചോണം. മോനെ, നീ കുഴപ്പം കാണിച്ചാൽ എന്റെ കൃപ ഉപയോഗിക്കാൻ പറ്റുന്ന അവസരമാണ്. നിന്റെ പാപത്തെ മൂടി പിടിക്കുന്ന എന്റെ കൃപ. Grace covers our sins. ഈ സ്നേഹവും കൃപയും കൂടെ പോയാൽ എങ്ങനെ ഇരിക്കും? When love and grace go together. നിങ്ങൾ ഓർത്തേക്ക്, ഈ സ്നേഹവും കൃപയും കൂടെ ഒരു യാത്ര പോയാൽ എങ്ങനെ ഇരിക്കും? വലിപ്പച്ച പോകുന്നിടം മുഴുവൻ ശരിയാകത്തില്ലേ? ഇത് എക്സിബിറ്റ് ചെയ്യാൻ വിളിച്ചവരല്ലേ നമ്മള്? We are called to exhibit this. വേറെ വീന നമ്മൾ ഇന്ന് എവിടാ നിൽക്കുന്നത്? മറ്റുള്ളവന്റെ ഇത് കണ്ടുപിടിക്കാൻ നിൽക്കുവാണ്. കുഴപ്പമെന്ന് പറയാൻ നിൽക്കുവാണ്. എന്നാൽ കുഴപ്പത്തെ കവർ ചെയ്യുന്ന Grace covers multitude of our sins. ലവ് അത് തന്നെ ചെയ്യുന്നു. സ്നേഹവും പാപങ്ങളുടെ ബഹുത്വത്തെ മറച്ചു പിടിക്കുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ ആളാ. Both are Christ. യേശുവാ രണ്ടുപേരും. ഇത് പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് വന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് Pray with all your heart this morning. Holy Spirit baptism, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, Baptism of the Holy Spirit. filled with the fullness of God. ദൈവത്തിന്റെ പൂർണ്ണത കൊണ്ട് നിറയുകയാണ്. ദൈവത്തിന്റെ പൂർണ്ണത കൊണ്ട് നിറയുന്നതാണ് ഈ പരിശുദ്ധാത്മ സ്നാനം. Baptism of the Holy Spirit is being filled with the goodness of God. വേദപുസ്തകത്തിൽ ചിലര് ഏലിയാവിനെ എടുത്തോണ്ട് പോയതുപോലെ, ഫിലിപ്പിനെ എടുത്തോണ്ട് പോയാല്, യോഹന്നാനെ എടുത്തോണ്ട് പോയാല്, എന്നെ എടുത്തോണ്ട് പോകും. Like how Philip was taken, like how John was taken, I need to be taken up in the Spirit. എന്നെ എടുത്തോണ്ട് പോകും. ഇന്ന് ഞാൻ അത് കാണാൻ തുടങ്ങണം. ഇന്ന് മുതൽ ഞാൻ അത് കാണുകയാണ്. I will be transferred in the Spirit. I need to be transferred in the Spirit. ഞാനൊരിക്കൽ പവർ വിഷനിൽ ഇതുപോലെ സ്പിരിറ്റിൽ പോയി മെസ്സേജ് പറഞ്ഞു. Once I spoke in Power Vision in the Spirit. എനിക്ക് തടിയൂന്ന് കോന്നിയിലാണ്. തടിയിലുള്ള ആ ഫാമിലിയുടെ മദർ കോന്നിയില. I got a call from Konni. പാസ്റ്ററെ, എന്റെ മരുമോള് തടിയൂര് ഫാമിലിയായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പാസ്റ്റർ ഇപ്പോൾ പവർ വിഷനിൽ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് വന്ന നമ്പർ ഞാൻ വിളിക്കുകയാണ്. ഞാനിരുന്ന് ഞെട്ടിയ. Pastor, my daughter is in great trouble and I'm calling on this number that was shown on television as you were preaching. കാര്യം ഞാൻ പവർ വിഷനിലോ എന്റെ ജീവിതത്തിൽ മെസ്സേജ് പറഞ്ഞിട്ടില്ല. I've never spoken on Power Vision. പക്ഷെ പുള്ളിക്കാരത്തി സമ്മതിക്കുന്നത്. പുള്ളിക്കാരത്തി പറഞ്ഞു, പാസ്റ്റർ ഇപ്പൊ മെസ്സേജ് ഞാൻ താഴെ വന്ന നമ്പർ ഞാൻ എഴുതിയെടുത്തല്ലേ. I wrote down the number that came. വിഷയം പറയാണ്, മോടെ വീട്ടിൽ പോയി ഞങ്ങൾ രണ്ടും കൂടെ തടിയൂർ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. And then we went to that house in Thadiyur and prayed. ഇന്നും എനിക്ക് അതിശയമാണ്, പവർ വിഷനിൽ ആരാടാ ഈ മെസ്സേജ് പറഞ്ഞ് എന്റെ നമ്പർ വെച്ചു. Even today I wonder who gave my number in Power Vision and preached. അയ്യോ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ആത്മാവിൽ സഞ്ചരിക്കുവാൻ നമ്മൾ പോലും അറിയത്തില്ല. ആത്മാവിൽ സഞ്ചരിച്ച് കാണുമായിരിക്കാം. ഒരു പക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ലേ, എവിടെയോ നല്ല പരിചയം, ആത്മാവിൽ എവിടെയോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതാ. Some people you feel very familiar because in the spirit you prayed with that person. എനിക്ക് പെട്ടെന്ന് ഈ ആകാശിന്റെ അമ്മയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. When I saw Akash's എവിടെയോ mother, കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, എന്നിട്ട് വന്ന് പുറകെ പോയി പാത്തിരിക്കുക. she looked very familiar to me. എവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുവോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ, നമ്മൾ ആത്മാവിൽ എവിടെയോ ബന്ധപ്പെട്ടവരായതുകൊണ്ടല്ലേ എന്റെ സജംബ്രോ കുഞ്ഞുനാട് മുതലേ ഈ വീടിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പ്രാവശ്യം 18 വർഷമായി ഈ ചർച്ചിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഈ ചർച്ചിൽ ഇന്ന് വരെ കയറിയിട്ടുണ്ടോ? I know Sergeant Pro from his childhood, but only now he's come to church. ഈ ചർച്ചിന്റെ മുമ്പിലത്തെ റോഡിൽ അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് റോണിയെ അറിയാൻ വയ്യാഞ്ഞിട്ടാന്നോ, ഇവിടെ അറിയാൻ വയ്യാഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മാവിൽ ചിലത് ബന്ധപ്പെടുത്തുമ്പോൾ നീ വിട്ടുപിരിയാത്ത ബന്ധത്തിലേക്ക് വരും. When you're connected in the spirit, you get into a deep relationship.
ഈ പിള്ളേർക്ക് ആരെല്ലാം ഉണ്ട്, ഈ വെസ്ലി ഫേബ, ഇവർക്ക് ആരെല്ലാം ഉണ്ട്. എന്താ നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്? ആത്മാവിന്റെ ബന്ധം. It is a connection in the spirit. He is a pastor. വിശാഖപട്ടണത്ത് ചർച്ച് പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. Why you are here? ആത്മാവിന്റെ ബന്ധം, പരിശുദ്ധാത്മാവിന്റെ ബന്ധം തിരിച്ചറിയുന്ന വ്യക്തി ഒരിക്കലും താഴോട്ട് പോകത്തില്ല. One who understands the relationship in the Holy Spirit. ഉയർന്നു തന്നെ വരും, നീ ഉയർച്ച തന്നെ പ്രാപിക്കുന്നു വിശ്വസിച്ചു. Hallelujah. Take it from me. Hallelujah. This is the day that you will be elevated. ഉയർത്തപ്പെടുന്ന ദിവസമായത്. വാകളെയൊക്കെ തുറന്ന് കർത്താവിന് സ്തുതി പറഞ്ഞ് ഹല്ലേലൂയ. അല്പനേരം ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. റബന ശമന റഗൽ തുനിമനാറിയാ ദുല റഗൽ തനവര. വാകളെയൊക്കെ തുറന്ന് ദൈവത്തിന് സ്തുതി കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വാഗ്ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്ന് ഹല്ലേലൂയ എന്നെ അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകണം. Promise of the Holy Spirit should come up to me and lift me to the next level. ഓ ശാന്തനി മനാദിയൽ കമന റഗല ശിമൻ കമന റഗല. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, നിങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. Let the work of the Spirit be revealed in your homes. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ഞാൻ പറയണം, നിങ്ങളിപ്പോ കൊതിച്ചോണം, ആഗ്രഹിക്കണം, ഈ ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ് എന്റെ മേൽ വരണം, ആത്മാവിന്റെ നിറവ് എന്റെ മേൽ ഒഴുകണം. ആമേൻ. That should be your cry. Especially the children desire for the anointing of the Holy Spirit. ആത്മാവേ, നീ എന്റെ മേൽ വന്ന് എന്നെ നിറയ്ക്കണമേ. Holy Spirit, come and fill me. Hallelujah. Hallelujah. അവിടെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. നിന്റെ അകത്ത് ഉയരന്റെ കരച്ചില ഞാൻ പറയുന്നത്, ആത്മാവാകും ദൈവമേ, എന്നെ നീ സ്പർശിക്കണം, നീ എന്നെ ഉയർത്തണം, എന്റെ ആപരാധികളുടെ മേൽ നീ പ്രവർത്തിക്കണം, നീ എന്നെ ഉയർത്തിക്കൊണ്ട് പോകണം. Holy Spirit, you should touch me, you should lift me. യേശുവേ. Thank you Jesus.